ബൈബിൾ സ്റ്റഡി നേരത്തെ ഞാനിവിടെ എടുത്തിരുന്ന യേശു ക്രിസ്തുവിന്റെ കാൽവറി അല്ലെങ്കിൽ യേശു ക്രൂശിക്കപ്പെട്ട ഇടം ഭൂഗർഭശാസ്ത്രജ്ഞന്മാർക്ക് ഗവേഷകന്മാർക്ക് കണ്ടുകിട്ടിയെന്നും യേശുവിന്റെ രക്തത്തിന്റെ സാമ്പിൾ ടെസ്റ്റ് ചെയ്തുവെന്നും മറ്റുമുള്ള കാര്യങ്ങൾ ഞാനിവിടെ പറഞ്ഞിരുന്നു. ഞാനിത് ലോകത്തിന്റെ പല രാജ്യങ്ങളിൽ വിളിച്ചു പറഞ്ഞു. എനിക്ക് തോന്നുന്നത് ഈ കാര്യത്തെക്കുറിച്ച് ഏറ്റവും അധികം പ്രൊമോട്ട് ചെയ്തതിൽ ഒരാൾ ഞാനാണ്. കുറഞ്ഞ പക്ഷം മലയാളികളുടെ ഇടയിൽ, എൻ്റെ സമപ്രായക്കാരുടെ ഇടയിൽ ഏറ്റവും അധികം ഇതിനെ പ്രൊമോട്ട് ചെയ്തത് ഞാനാണ്. ക്രിസ്ത്യ മണ്ഡലത്തിൽ ഏറെക്കുറെ 20% ആളുകൾക്ക് ഇന്നത്തെ തലമുറയിൽ ഇതിനെക്കുറിച്ച് അറിവുണ്ട് എന്നെനിക്ക് തോന്നുന്നു. ക്ഷമിക്കണം, അമേരിക്കയിൽ ഏറെക്കുറെ 20% ആളുകൾക്ക് ഇതിനെക്കുറിച്ച് അറിവുണ്ടെന്ന് കരുതുന്നു. ആരും അതിനൊരു ഗൗരവം കൊടുക്കാഞ്ഞപ്പോഴേ ഞാൻ അതിനൊരു ഗൗരവം കൊടുത്തു. ഞാൻ അങ്ങനെ ഗൗരവം കൊടുത്തതുകൊണ്ട്, അത് പലയിടങ്ങളിൽ പറഞ്ഞതുകൊണ്ട് ആളുകൾ ഞാൻ ചെല്ലുന്നയിടത്തൊക്കെ അതിനെക്കുറിച്ച് എന്നോട് ചോദിക്കുകയും ഞാൻ ചെല്ലുന്ന സമയത്ത് അതിനെക്കുറിക്കുന്ന കൂടുതൽ ഇൻഫർമേഷൻസ് എനിക്ക് തരികയും ചെയ്തു. ഇതിന്റെ ആരംഭത്തിങ്കിൽ 1984 ഒന്നുകൂടെ പറയാം, 1984 ഒരു വീഡിയോ കാസറ്റ് എവിടെ നിന്നോ ലഭിക്കുകയും അത് കാണുകയും ചെയ്തതിനെ തുടർന്നാണ് ഈ ആശയം എനിക്ക് കിട്ടിയത്. പക്ഷെ ആ വീഡിയോ കാസറ്റിൽ കണ്ടത് അതുപോലെ ആധികാരികമാണോ, ഇതിനകത്ത് കൃത്രിമമുണ്ടോ എന്നൊക്കെ സംശയമുണ്ടായിരുന്നതുകൊണ്ട് പരസ്യ സ്ഥലങ്ങളിൽ അത് പറയുകയോ നമ്മുടെ ചർച്ചിലെങ്കിലും അത് പ്രൊമോട്ട് ചെയ്യുകയോ ചെയ്തില്ല. പക്ഷേ 2009 അതായത് കഴിഞ്ഞ വർഷം ഇത് ഒന്ന് പരസ്യമായി പറയുവാൻ എൻ്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് ഒരു നിയന്ത്രണം തന്നു. ഞാൻ ഓർത്തു, ഞാൻ അന്വേഷിച്ചിട്ട് ആ ടേപ്പ് കിട്ടുന്നില്ല. അതൊരു ടേപ്പിലായിരുന്നു, അന്ന് CD ഇറങ്ങിയിരുന്നില്ല, ഒരു ടേപ്പിൽ VHS ടേപ്പിലായിരുന്നു. അതെനിക്ക് തിരിച്ചു കിട്ടുന്നില്ല. എന്നാൽ ഈ ചർച്ചിനകത്ത് ദൈവകൃപയാൽ കഴിവുള്ളവരും പ്രാപ്തരും അന്വേഷിക്കുവാൻ സമയമുള്ളവരും സൽമനസ്സുള്ളവരും ഒക്കെ ഉള്ളതുകൊണ്ട് ചർച്ചിനോട് അതൊന്ന് റിക്വസ്റ്റ് ചെയ്യാം, കിട്ടുകയാണെങ്കിൽ അത് സഭയിൽ കാണിക്കാം എന്ന് കരുതി. എന്തുകൊണ്ടാണ് 2009 വരെ ദൈവം അതിൽ മൗനമായിരുന്നത്? 2009 എന്നോട് അത് ആവശ്യപ്പെട്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. 2009 ഞാനതിവിടെ അനൗൺസ് ചെയ്തു. സഭായോഗത്തിന് നിൽക്കുമ്പോൾ എൻ്റെ മൊബൈൽ ഫോൺ ഓഫ് ആയിരിക്കും. ഇന്നും അങ്ങനെ, അന്നും അങ്ങനെയായിരുന്നു. ഞാൻ തിരിച്ച് വീട്ടിൽ ചെന്ന് മൊബൈൽ ഫോൺ ഓൺ ചെയ്തപ്പോൾ അതിനകത്തൊരു SMS വന്ന് കിടപ്പുണ്ട്. ഈ ചർച്ചിൽ നിന്ന് ആരും അയച്ചതാണ്. അതിന്റെ ഫർദർ സ്റ്റെപ്പ് വെബ്സൈറ്റിൽ നിന്ന് ഇത് ഇന്ന ഭാഗത്ത് കിടപ്പുണ്ട് എന്ന് പറഞ്ഞു. ഞാനതിനെക്കുറിച്ച് തുടർന്നത് തപ്പിയെടുക്കുകയും ഇവിടെ നമ്മളത് പഠിക്കുകയും ചെയ്തു. ഇപ്രാവശ്യം ഞാൻ അമേരിക്കയിൽ ചെല്ലുന്ന സമയത്ത് അതിനെക്കുറിച്ച് വളരെ കൂടെ കൂടുതൽ വിവരങ്ങൾ ലഭിക്കാനിടയായി. ആ ലഭിച്ച വിവരത്തിൽ റോമൻ കത്തോലിക്ക വേദപുസ്തകത്തിൽ ഉപയോഗിക്കുന്ന അപ്പോക്രീഫ എന്ന ഭാഗത്ത് മക്ബായരുടെ പുസ്തകത്തിൽ ഇതിനെക്കുറിച്ച് രേഖയുണ്ട് എന്നും യെരമ്യാ പ്രവാചകനാണ് ഇതവിടെ കൊണ്ട് ഒളിപ്പിച്ചു വെച്ചത് എന്നും എഴുതിയിരിക്കുന്നതായി അറിഞ്ഞു. എനിക്കറിഞ്ഞുകൂടാ എന്തുകൊണ്ടാണെന്ന്. 2010 ആരംഭത്തിലോ 2009 ഞാൻ ഇവിടെ ആദ്യമായി ഈ വിഷയം എടുക്കുമ്പോൾ ഞാൻ പരസ്യമായി പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. എന്റെ അഭിപ്രായത്തിൽ ഇത് യെരമ്യാ പ്രവാചകന്റെ കൈയായിരിക്കണം ഇതിന്റെ പുറകിൽ. കാരണം യെരമ്യാവാണ് ഈ ആലയത്തെക്കുറിച്ചും യെരൂശലേം ദേവാലയത്തിന്റെ നാശത്തെക്കുറിച്ചും മറ്റും പ്രവചിച്ച ആ കാലത്ത് ഈ ഒരു ഭാഗത്തിനു വേണ്ടി ദൈവം ഉപയോഗിച്ചിരുന്ന പ്രവാചകൻ. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ കൈ ഇതിനകത്തുണ്ടായിരിക്കണം. താനും അന്നുള്ള ഭക്തിയുള്ള പുരോഹിതന്മാരുമായിരിക്കണം ഇത് ചെയ്തത് എന്ന ആശയം അന്ന് ഞാനിവിടെ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. ഇപ്രാവശ്യം ഞാനിവിടെ എത്തുമ്പോൾ മക്ബായരുടെ പുസ്തകത്തിന്റെ ഒരു പ്രതി അല്ലെങ്കിൽ അതിന്റെ ഒരു പേജ് പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട് ഒരു വെബ്സൈറ്റിൽ നിന്ന് തന്നെ മക്ബായരുടെ പുസ്തകത്തിൽ യെരമ്യാ പ്രവാചകനാണ് ഇത് ചെയ്തത് എന്ന് എഴുതിയിരിക്കുന്ന ആധികാരിക രേഖ കാണിച്ചു. എഗെയിൻ ഇന്ന് നമ്മളതിവിടെ പ്രൊജക്റ്റ് ചെയ്യുമായിരിക്കും. ഇതുപോലെ വിലപ്പെട്ട ചില ഇൻഫർമേഷനും കൂടെ ഇതിനെക്കുറിച്ച് ലഭിച്ചതുകൊണ്ട് ഇന്ന് ആ കാര്യം ഒരു പ്രാവശ്യം കൂടെ എടുത്തു പറയുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. ഇന്നത്തെ ബൈബിൾ സ്റ്റഡിയായി ഇതായിരിക്കും എടുക്കുന്നത്. മക്ബായരുടെ പുസ്തകത്തിൽ ഇങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് റോൺ വയത്ത് ആ ഭാഗം പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുമ്പോൾ ആ പുസ്തകത്തിനകത്ത് എനിക്ക് വായിക്കാൻ ഒക്കത്തില്ല. ചില ഭാഗങ്ങൾ വായിക്കാമെങ്കിലും അതിനകത്ത് കുറെ പടങ്ങളും മറ്റുമൊക്കെ ഞാൻ കണ്ടു. വ്യക്തമായി വായിക്കാൻ ഒക്കാത്തത് കൊണ്ട് ഇതിന്റെ ഒറിജിനൽ പ്രതി ഒന്ന് തപ്പിയെടുത്ത് മക്ബായരുടെ പുസ്തകത്തിൽ യഥാർത്ഥത്തിൽ ഇങ്ങനെ ഉണ്ടോ എന്നൊന്ന് നോക്കുന്നത് ഒരു പരസ്യ സ്ഥലത്ത് പ്രസ്താവിക്കുന്നതിന് മുൻപേ നല്ലതെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ വെബ്സൈറ്റിൽ പോവുകയും കഴിഞ്ഞ രാത്രിയിൽ കത്തോലിക്ക ഒഫീഷ്യൽ വേദപുസ്തകം ആ വെബ്സൈറ്റിൽ നിന്ന് എടുക്കുകയും ചെയ്തു. എടുത്തത് വായിച്ചപ്പോൾ വാചകങ്ങൾ അതുപോലെയുണ്ട്. മാത്രമല്ല, കത്തോലിക്ക ഔദ്യോഗിക ബൈബിളിന്റെ പുറത്തുള്ളതായ ചിത്രങ്ങളാണ് ഈ വേദഭാഗത്തോട് ചേർന്ന് അദ്ദേഹം പ്രൊജക്ട് ചെയ്തിരിക്കുന്നതെന്ന് കണ്ടെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കളിപ്പീരില്ല. ഇത് യഥാർത്ഥ ഒറിജിനൽ കാത്തലിക് ബൈബിളിൽ നിന്ന് കോട്ട് ചെയ്തിരിക്കുന്നതാണ് എന്ന് എന്നെ നിങ്ങളെ കാണിക്കേണ്ടതിനാണ് അദ്ദേഹം അത് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ഒത്തിരി പ്രാവശ്യം ക്രോസ് ചെക്ക് ചെയ്യപ്പെട്ട ഇൻഫർമേഷനാണ്.
അതിനകത്ത് യെരമ്യാ പ്രവാചകൻ പറയുന്നതായി എഴുതിയിരിക്കുന്നത്, മക്ബായരുടെ പുസ്തകം എന്ന് ഞാൻ കത്തോലിക്ക വേദപുസ്തകത്തിൽ എന്ന് പറഞ്ഞപ്പോൾ ഒരു കാര്യം ഇവിടെ എടുത്തോർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. കത്തോലിക്ക വേദപുസ്തകത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ഈ മക്ബായ പുസ്തകങ്ങൾ ഉൾക്കൊള്ളുന്ന അപ്പോക്രിഫ എന്ന ഭാഗം പ്രൊട്ടസ്റ്റന്റ് സഭകൾ വേദപുസ്തകത്തിന്റെ ഭാഗമായി അംഗീകരിക്കുന്നില്ല. ഞാനത് ഒരു പ്രാവശ്യം കൂടെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. കാര്യം അത് ആത്മപ്രേരിതമായി പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ടതാണ് എന്ന് നാം വിശ്വസിക്കുന്നില്ല. അതിനുള്ള തെളിവുകളില്ല. പക്ഷേ അതിനകത്ത് എഴുതിയിരിക്കുന്ന ചരിത്രങ്ങൾ കള്ളമാണെന്നല്ല ഞാൻ പറഞ്ഞത്, അല്ലെങ്കിൽ ചരിത്രങ്ങൾ തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞത്. ആ ചരിത്രത്തിന്റെ ഭാഗത്തിലാണ് അവർ എഴുതിയിരിക്കുന്നത്. യെരമ്യാ പ്രവാചകനാണ് ഇത് എടുത്തുകൊണ്ടുപോയത്. അന്ന് യെരമ്യാവ് പറഞ്ഞ ഒരു പ്രവചനം അതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇന്ന് ഞാനിത് ആവർത്തിക്കുവാൻ ഒരു പ്രത്യേക കാരണമാണ്. ഇന്നത് പ്രൊജക്ട് ചെയ്ത് കാണിക്കാം. യെരമ്യാവിന്റെ വാചകമാണ്. യെരമ്യാവ് അത് അവരോട് ഓർമ്മപ്പെടുത്തിയ ജനത്തോട് പറഞ്ഞത്, ഈ സ്ഥലം ഇന്നു മുതൽ ആരും അറിയാതെ ഇരിക്കും. പക്ഷേ ദൈവം തന്റെ ജനമായ ഇസ്രായേലിനെ വീണ്ടും യെരുശലേമിലേക്ക് കൊണ്ടുവരികയും ദൈവത്തിന്റെ കരുണ അവർക്ക് കാണിക്കുകയും ചെയ്യുന്ന കാലം വരെ ഈ സ്ഥലം അറിയപ്പെടാതെ ഇരിക്കും. അതിനുശേഷം ദൈവം തന്നെ ഈ സംഭവങ്ങൾ ലോകം അറിയേണ്ടതിന് ലോകത്തിന്റെ കണ്ണിന്റെ മുമ്പിൽ കൊണ്ടുവരും. അതിനെ തുടർന്ന് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടും. മതി, നിൽക്കട്ടെ. ഇവിടെ മക്ബായരുടെ പുസ്തകത്തിന്റെ ഒറിജിനൽ കോപ്പിയാണ് നമ്മൾ പ്രൊജക്ട് ചെയ്തത്. അവിടെ നിന്നാണ് നമ്മളത് വായിച്ചത്. ഈ തലമുറയോട് ഇത് പറയേണ്ടതിന്റെ ആവശ്യം എന്തായിരിക്കും? നമ്മൾ എന്തുകൊണ്ട് ഇതിനു വേണ്ടി സമയമെടുക്കണം? ദൈവം നീണ്ട യുഗങ്ങൾ, നീണ്ട കാലഘട്ടങ്ങൾ ഇവ ഒളിപ്പിച്ചു വെച്ച ശേഷം ഇസ്രയേലിനെ തിരികെ യെരുശലേമിലേക്ക് കൊണ്ടുവരികയും ഒരു ജാതിയായി ഇവരെ പണിയുകയും ചെയ്ത ശേഷം തന്റെ ജനത്തെ പുനരുദ്ധരിക്കുവാനായി വരുന്നതിന് മുന്നമേ ഈ സ്ഥലവും ഈ യാഥാർത്ഥ്യങ്ങളും ജനം അറിയത്തക്കവണ്ണവും അതിനെ തുടർന്ന് ദൈവിക മഹത്വം വെളിപ്പെടുത്തത്തക്കവണ്ണവും ദൈവം ആഗ്രഹിക്കുന്നു എന്ന പദങ്ങൾ കഴിഞ്ഞ രാത്രിയിൽ എന്നെ ഒരുപാട് സ്പർശിച്ചു. എന്നെ ഒരുപാട് അത് ചിന്തയിലേക്ക് കൊണ്ടുവന്നു. നമ്മളത് അറിയേണ്ടതിന് വേണ്ടി ഞാൻ ആരംഭം മുതൽ ആരംഭിക്കട്ടെ. പഴയ നിയമത്തിൽ സമാഗമന കൂടാരത്തിന്റെ അകത്ത് മോശ മുഖേന ദൈവം കൽപ്പന കൊടുത്ത് ഒരു പ്രത്യേക പെട്ടകം നിർമ്മിച്ചു വെച്ചിരുന്നു. അതിനെ നിയമപ്പെട്ടകമെന്നും ബലത്തിന്റെ പെട്ടകമെന്നും ഇസ്രായേൽ മക്കൾ വിളിച്ചിരുന്നു. മരം കൊണ്ട് ഉണ്ടാക്കപ്പെട്ടതും 5 വശങ്ങൾ മാത്രമുള്ളതുമായ ഒരു പെട്ടിയാണിത്. ഈ നിയമപ്പെട്ടകത്തിന്റെ അകത്ത് ദൈവത്തിന്റെ തൃക്കരങ്ങളാൽ ദൈവം എഴുതിയ മോശ കൊണ്ടിയെന്ന 2 കൽപ്പലകകളിൽ 10 കൽപ്പനകൾ എഴുതിയത് ഈ നിയമപ്പെട്ടകത്തിന്റെ അകത്ത് വെച്ചിട്ടുണ്ട്. അത് ദൈവം മനുഷ്യന് കൊടുത്ത ദൈവിക നിയമങ്ങളാകയാലാണ് ഈ പെട്ടകത്തെ തന്നെ നിയമപ്പെട്ടകമെന്നും ആ കല്ലിന്റെ പലകകളെ നിയമത്തിന്റെ കൽപ്പലകകൾ എന്നും വിളിക്കുന്നത്. നിയമപ്പെട്ടകത്തിനകത്ത് കാലത്തിന്റെ പോക്കിൽ അഹരോന്റെ തളിർത്ത വടിയും മന്ന ഇട്ട് വെച്ചിരിക്കുന്ന പൊൻപാത്രവും കൂടെ ചേർത്തു. അങ്ങനെ 3 ഘടകങ്ങൾ നിയമപ്പെട്ടകത്തിൽ വന്നു. നിയമപ്പെട്ടകത്തിന്റെ ഒരു പെട്ടിക്കകത്ത് വെച്ചിരിക്കുന്ന ഒന്നാമത്തെ പ്രധാനപ്പെട്ട ഘടകം 10 കൽപ്പനകൾ ദൈവത്തിന്റെ തൃക്കരങ്ങൾ കൊണ്ട് ദൈവം തന്നെ എഴുതി മോശയുടെ കയ്യിൽ ഏൽപ്പിച്ചത് അതിനകത്ത് വെച്ചിരുന്നു. പിന്നത്തേതിൽ ഇസ്രായേൽ ജനത്തിന് മരുഭൂമിയിൽ മന്ന കൊടുത്ത കാലം മന്നയിൽ നിന്ന് ഒരിടങ്ങഴി എടുത്ത് ഒരു പൊൻപാത്രത്തിനകത്താക്കി അതും ഈ പെട്ടകത്തിൽ വയ്ക്കുവാൻ ദൈവം ആവശ്യപ്പെട്ടു. 3, പൗരോഹിത്യം സംബന്ധിച്ച ഒരു പ്രശ്നമുണ്ടായപ്പോൾ ആര് പുരോഹിതനാകും എന്ന ചോദ്യം വന്നപ്പോൾ ദൈവം പറഞ്ഞു, ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങളും ഓരോ വടികൾ വീതം കൊണ്ടുവന്ന്, ഉണങ്ങിയ വടികൾ വീതം കൊണ്ടുവന്ന് അതാത് ഗോത്രത്തിന്റെ പേരുകൾ ആ വടികളിൽ എഴുതണം. ഇതിനകത്ത് ലേവ്യ ഗോത്രത്തിന് വേണ്ടി കൊണ്ടുവരുന്ന വടിയിൽ ലേവ്യ ഗോത്രം എന്ന് എഴുതാതെ അഹരോൻ എന്നെഴുതണം. അല്ലെങ്കിൽ ലേവി ഗോത്രത്തിൽ അന്ന് ജീവനോടെ ഇരിക്കുന്ന തുടർന്ന് ദൈവം തിരഞ്ഞെടുത്ത മഹാപുരോഹിതനായിരുന്നു അഹരോൻ. അതുകൊണ്ട് അഹരോന്റെ പേരെഴുതണം. ഈ വടികൾ മുഴുവനും സമാഗമന കൂടാരത്തിന്റെ വാതുക്കൽ ദൈവസന്നിധിയിൽ വെച്ച ശേഷം ഇസ്രായേൽ പോകണം. രാവിലെ അവർ തിരികെ വന്ന വടി നോക്കണം. അങ്ങനെ അവർ വടി വെച്ച ശേഷം പോയി ദൈവസാന്നിധ്യത്തിൽ വടികൾ, ഉണങ്ങിയ വടികൾ ഇരുന്നു. രാവിലെ വരുമ്പോൾ അഹരോന്റെ പേരെഴുതിയ ലേവി ഗോത്രത്തിന്റെ വടി എഴുന്നേറ്റ് നിന്ന് തളിർത്തിരിക്കുന്നത് കണ്ടു. അവർ പറഞ്ഞു, ദൈവം പറഞ്ഞു, ഇതും അന്ത്യകാലത്തേക്കാണ്, ആകയാൽ ഇതും ഈ നിയമപ്പെട്ടകത്തിന്റെ അകത്തേക്ക് വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ നിയമപ്പെട്ടകത്തിന്റെ അകത്ത് 3 ഘടകങ്ങളുണ്ട്. 1, നിയമത്തിന്റെ കൽപ്പലകകൾ. 2, മന്ന ഇട്ട് വെച്ചിരിക്കുന്ന പൊൻപാത്രം. 3, അഹരോന്റെ തളിർത്ത വടി. ഈ 3 കാര്യങ്ങളാണ് നിയമപ്പെട്ടകത്തിന്റെ അകത്ത് വെച്ചിരുന്നത്. ഇതിന് അടിത്തട്ടുണ്ട്, 4 വശങ്ങളുമുണ്ട്. അങ്ങനെ 5 വശമേ ഉള്ളൂ. 6ാമത്തെ മുകൾ തട്ട് ഇതിനില്ല. മുകൾ മൂടിക്ക് പകരമായി മുഴുവനും പൊന്നുകൊണ്ട് നിർമ്മിച്ച അല്ലെങ്കിൽ തങ്കം കൊണ്ട് നിർമ്മിച്ച ഒരൊറ്റ പലകയെ വയ്ക്കുകയും അതിനെ കൃപ ആസനം എന്ന് വിളിക്കുകയും ചെയ്തു. ഇപ്രാവശ്യം ഞാൻ എടുത്തു കാണിക്കാൻ പോകുന്നതിനകത്ത്, പറയാൻ പോകുന്നതിനകത്ത് ഒരു മനുഷ്യൻ ഇതൊക്കെ കണ്ടുപിടിച്ച വ്യക്തിയോട് ഒരു ദൈവദൂതൻ സംസാരിച്ച ദൈവദൂതൻ ഈ പെട്ടകം
തുറന്ന് കാണിച്ചു എന്ന് അദ്ദേഹം ക്ലെയിം ചെയ്യുന്നു, അവകാശപ്പെടുന്നു. ഞാനത് വിശ്വസിക്കുന്നു. ഞാനതിന്റെ ബാക്കി ഭാഗങ്ങളിലേക്ക് പോകാം. താനിത് തുറന്നുകൊണ്ട് ഈ കൽപ്പലകകൾ എടുത്തു വെളിയിൽ കൊണ്ടുവരുവാൻ തന്നോട് ആവശ്യപ്പെടുകയും താൻ എടുക്കുകയും ചെയ്തു എന്ന് പറഞ്ഞു. ആ സംസാരിച്ച ദൂതൻ തന്നോട് പറഞ്ഞത്, മോശയുടെ കാലത്ത് ഇത് പണിതത് മുതൽ ഇതിന് കാവൽക്കാരായി 4 ദൂതന്മാരെ ദൈവമാക്കുകയും ആ 4 ദൂതന്മാർ അന്ന് മുതൽ ഇന്നു വരെ ഈ പെട്ടകത്തോടുകൂടെ ഇരിക്കുകയും ചെയ്യുന്നു. ഈ പെട്ടകത്തെ ഇസ്രായേൽ മക്കൾ നിയമത്തിന്റെ പെട്ടകമെന്ന് വിളിച്ചതിന് ഉപരിയായി ഇതിനെ അവർ ബലത്തിന്റെ പെട്ടകം എന്ന് വിളിച്ചിരുന്നു. കാരണം കൃപയുടെ ആസനം ഇതിന്റെ മീതെ വെച്ച് ഇത് മൂടിക്കഴിഞ്ഞാൽ ആ കൃപയുടെ ആസനത്തിന്റെ മേൽ ദൈവത്തിന്റെ അക്ഷരീക സാന്നിധ്യം ഇറങ്ങി വരുമായിരുന്നു. ആ ദൂതൻ റോൺ വയത്തിനോട് പറഞ്ഞൊരു പദം അദ്ദേഹം എടുത്തു പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. നമ്മൾ പ്രൊജക്ട് ചെയ്ത് കാണും. അദ്ദേഹം എടുത്തു പറഞ്ഞൊരു പദം ഇതാണ്: സ്വർഗം വിട്ടാൽ ഈ ഭൂമിയിൽ ദൈവത്തിന് ഒരു ഇരിപ്പിടവും ഒരു സിംഹാസനവും ഒരു വാസസ്ഥലവും ഉണ്ടെങ്കിൽ അത് ഇതാണ്. അതുകൊണ്ടാണ് ഇതിന് കാവൽക്കാരായി ഞങ്ങൾ 4 പേരെ ദൈവം നിയമിച്ചിരിക്കുന്നത്. ഞങ്ങൾ ഇതിന്റെ കൂടെ ഉണ്ട്. അങ്ങനെ ദൈവത്തിന്റെ സിംഹാസനം എന്നറിയപ്പെടുന്ന മേഴ്സി സീറ്റ്, കൃപയുടെ ആസനം, ദൈവത്തിന്റെ കാവൽക്കാർ അല്ലെങ്കിൽ ദൈവ സാന്നിധ്യത്തിന്റെ കാവൽക്കാർ എന്ന് വിളിക്കപ്പെടുന്ന 2 കെരൂബുകൾ, 2 ദൂതൻ മാലാഖമാരാണ് 2 കെരൂബുകൾ അവരുടെ രൂപങ്ങൾ ഉണ്ടാക്കി. അതിന്റെ അപ്പുറത്തും ഇപ്പുറത്തും എന്റെ മുൻപിൽ ഇരിക്കുന്ന ഈ വലിയ പുൽപ്പിറ്റാണ് ആ കൃപാസനമെങ്കിൽ അതിന്റെ കുറിയ ഭാഗത്ത് ഒരു ദൂതൻ അങ്ങോട്ട് തിരിഞ്ഞും വേറൊരു ദൂതൻ ഇങ്ങോട്ട് തിരിഞ്ഞും അവരുടെ ചിറകുകൾ വിടർത്തി ദൈവത്തിന്റെ സാന്നിധ്യത്തെ മറയ്ക്കുന്ന കെരൂബുകളെയും തങ്കം കൊണ്ട് നിർമ്മിച്ച് അവയെയും വെച്ചിരുന്നു. ഇതാണ് നിയമത്തിന്റെ പെട്ടകം. ഈ നിയമപ്പെട്ടകത്തോട് ഇസ്രായേൽ കാണിക്കുന്ന മാന്യത എന്തായിരുന്നു? ഒരു വർഷത്തിൽ 1 പ്രാവശ്യം നിയമിക്കപ്പെട്ട സമയം, പ്രത്യേകിച്ച് യോം കിപ്പൂർ എന്നറിയപ്പെടുന്ന സമയം, യോം കിപ്പൂർ എന്നറിയപ്പെടുന്ന മഹാപാപ പരിഹാര ബലിയുടെ ദിവസം മഹാപുരോഹിതൻ ഒരു വ്യക്തി മാത്രം ദേവാലയത്തിന്റെ അതിപരിശുദ്ധ സ്ഥലത്ത് ഇതിരിക്കുന്ന ഇടം വരെ കയറി ചെല്ലുകയും തന്റെ കയ്യിലുള്ള ആടിന്റെ രക്തം അതിന്റെ കിഴക്ക് വശത്ത് തളിക്കുകയും ചെയ്യുമായിരുന്നു. ഓരോ പദങ്ങൾക്ക് അർത്ഥമുണ്ട്. കൃപാസനത്തിന്റെ കിഴക്ക് വശത്തായിട്ട് ഈ രക്തം തളിക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ തളിക്കപ്പെട്ടിരുന്ന രക്തം ആ കൃപാസനത്തിന്റെ മേൽ വീണാൽ ആ 1 വർഷം മുഴുവനും ഇസ്രായേൽ ചെയ്തിരുന്ന സകല പാപങ്ങളും അവരോട് ക്ഷമിച്ചു എന്നവർ വിശ്വസിക്കുകയും 1 വർഷത്തെ പാപശാന്തിയുമായി മഹാപുരോഹിതൻ അതിപരിശുദ്ധ സ്ഥലത്ത് നിന്ന് വെളിയിൽ വരികയും ചെയ്യുമായിരുന്നു. ഇതായിരുന്നു ഈ പെട്ടകത്തിന് അവർ കൊടുത്തിരുന്ന മാന്യത. ഈ പെട്ടകത്തെ നഗ്ന കണ്ണുകൾ കൊണ്ട് കാണുവാൻ മഹാപുരോഹിതന് പോലും അനുവാദമില്ലായിരുന്നു. സാധാരണക്കാരൻ ഇതിനെ തൊടാനൊക്കത്തില്ല. ഈ പെട്ടകം ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് എടുത്തുകൊണ്ടു പോകണമെങ്കിൽ അതിനകത്ത് ഒരു ക്രോബാർ കടത്തി അല്ലെങ്കിൽ ഒരു കമ്പ് കടത്തി അതിനെ എടുത്തുകൊണ്ട് പോകത്തക്കവണ്ണം അതിന്റെ ഇടവും വലവും 2 ഭാഗത്ത് വട്ടക്കണ്ണികൾ ഉണ്ടാക്കി അവയിലൂടെ ഈ ക്രോബാർ ഫിറ്റ് ചെയ്തിരുന്നു. ഇത് ഏറ്റവും മാനിക്കപ്പെട്ടതായിരുന്നു. ഇസ്രായേൽ ഇത്രയും ബഹുമാനിച്ചിരുന്ന രണ്ടാമതൊരു ഉപകരണം ദേവാലയത്തിൽ ഇല്ല, ഇസ്രായേലിന്റെ ഉള്ളിലില്ല. ഇതിനെന്ത് സംഭവിച്ചു എന്ന് നമുക്ക് വ്യക്തമായ തെളിവുകൾ ബൈബിളിലില്ല. ബൈബിളിന്റെ തെളിവുകളിൻ പ്രകാരം ശലോമോൻ തന്റെ ദേവാലയം പണിത ശേഷം ആ ദേവാലയത്തിന്റെ ഉള്ളിൽ ഇത് കൊണ്ടുവയ്ക്കുകയും യഹോവയുടെ തേജസ് അവിടെ ഇറങ്ങുകയും ചെയ്തു. അഥവാ ദൈവം ഇതിനെ അംഗീകരിച്ചു. അതിനെ തുടർന്ന് ഇതിനെക്കുറിച്ചൊരു രേഖ ബൈബിളിലില്ല. എന്നാൽ സംഭവിച്ചത് എന്താണ്? യേശുക്രിസ്തുവിന്റെ ജനനത്തിന് ഏതാണ്ട് 600ഓളം വർഷങ്ങൾക്ക് മുന്നമേ, ഒന്നുകൂടെ, യേശുക്രിസ്തുവിന്റെ ജനനത്തിന് ഏതാണ്ട് 600ഓളം വർഷങ്ങൾക്ക് മുന്നമേ ബാബേൽ രാജാക്കന്മാർ വരികയും ഇസ്രായേൽ ആക്രമിക്കുകയും ചെയ്തു. അവർ ഇസ്രായേലിനെ, യെരുശലേമിനെ ആക്രമിക്കുമെന്നും ദേവാലയം നശിപ്പിക്കപ്പെടുമെന്നും യെരമ്യാ മുഖേന ദൈവം അരുളി ചെയ്തിരുന്നു. മറക്കരുത്, ദൈവദിനം എവിടെയെങ്കിലും ദൈവപ്രമാണം വിട്ടു നടന്നാൽ ദൈവം ആദ്യം തന്റെ ശിക്ഷ തുടങ്ങുന്നത് ദേവാലയത്തിനകത്താ. നിങ്ങളേറെ ആശ്രയിക്കുന്ന എന്റെ ആലയം നശിപ്പിക്കപ്പെടുവാൻ ഞാൻ അനുവദിക്കും. ഈ കഴിഞ്ഞ ഏറെക്കുറെ ഒരാഴ്ചയിലധികമായി എന്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് ഗൗരവമായി തരുന്ന ഒരു ചിന്താഗതിയുണ്ട്. എന്തുകൊണ്ട് ക്രൈസ്തവ മണ്ഡലത്തിന് ആഗോള വ്യാപകമായി പീഡ അനുഭവപ്പെടുന്നു? ഭാരതത്തിന്റെ സാഹചര്യം വളരെ പ്രത്യേകിച്ചും എന്തുകൊണ്ട് ഈ പീഡ അനുഭവപ്പെടുന്നു? നാം ദൈവത്തിന്റെ വഴികളെ ഒരു വലിയ അളവിൽ വിട്ടുമാറിയില്ലേ? നാം ദൈവത്തിന്റെ വിശുദ്ധിയിൽ നിന്ന് മാറിയില്ലേ? നാം ഏറെ ആശ്രയിക്കുന്ന ദൈവത്തിന്റെ ആലയത്തെ തന്നെ താൻ മലിനമാക്കി കാണിക്കുന്നതിന്റെ കാരണം നിൽക്കരുതാത്ത ശൂന്യത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത് കാണുമ്പോൾ വായിക്കുന്നവൻ ചിന്തിക്കട്ടെ, നാം ദൈവത്തിന്റെ ബലത്തിലേക്ക് ആശ്രയിച്ചുകൊണ്ട് മടങ്ങി വന്നാൽ സഭയ്ക്ക് ഇതിൽ നിന്നൊരു വിടുതൽ ഉണ്ടാകും എന്ന് ഞാൻ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഇത് പഠിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
രണ്ടായാലും ദൈവജനം ദൈവത്തെ വിട്ടു നടന്നതിന്റെ പരിണിത ഫലമായി ഈ ദേവാലയത്തെ നശിപ്പിക്കും എന്ന് യെരമ്യാ പ്രവാചകൻ മുഖേന ദൈവം അരുളി ചെയ്യുകയും ഇന്ന് കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് ഈ നിയമപ്പെട്ടകവും അതോട് ചേർന്ന് ആൾട്ടർ ഓഫ് ദ ഇൻസെന്റ് ധൂപപീഠവും ദേവാലയത്തിൽ നിന്ന് പൊക്കി കൊണ്ടുവന്ന് ഒരു ഗുഹയ്ക്കകത്ത് അവർ ഒളിപ്പിക്കുകയും ചെയ്തുവെന്ന് ഇന്ന് വിശ്വസിക്കപ്പെടുന്നു. ബൈബിളിൽ അതിന് യാതൊരു രേഖയുമില്ല. ഞാൻ ധൂപപീഠത്തെക്കുറിച്ച് എടുത്തു പറയുവാനുള്ള കാരണം, കഴിഞ്ഞ പ്രാവശ്യം പ്രൊജക്ട് ചെയ്തതിനേക്കാൾ ഒരു പടി കൂടെ കടന്ന് ഈ കൃപാസനം തന്നെയല്ല കണ്ടുകിട്ടിയത്, നിയമപ്പെട്ടകം തന്നെയല്ല കണ്ടുകിട്ടിയത്, അതിനോടുകൂടെ പല വസ്തുക്കൾ കണ്ടുകിട്ടിയതായി തെളിവുകളുണ്ട്. അതിനകത്തൊന്ന് ദ ടേബിൾ ഓഫ് ഇൻസെൻസ് ആണ്. നാം വായിച്ച മക്ബയരുടെ പുസ്തകത്തിൽ, വീണ്ടും പ്രൊജക്ട് ചെയ്ത് കാണിച്ചോളാം, മക്ബയരുടെ പുസ്തകത്തിൽ ദൈവം അന്ന് യെരമ്യാ പ്രവാചകൻ എടുത്തുകൊണ്ടുപോയ കൂട്ടത്തിൽ ധൂപപീഠത്തോടെ എടുത്തുകൊണ്ടുപോയി ഒളിപ്പിച്ചു വെച്ചു എന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ, ദേവാലയത്തിൽ ഇരുന്ന വസ്തുക്കളെ ക്രിസ്തുവിന്റെ ജനനത്തിന് 600ഓളം വർഷങ്ങൾക്ക് മുമ്പേ യെരമ്യാ പ്രവാചകന്റെ നേതൃത്വത്തിൽ അന്നുള്ള വിശുദ്ധ പുരോഹിതന്മാർ ചേർന്ന് അവിടെ നിന്ന് എടുക്കുകയും ദൈവം യെരമ്യാവിന് കാണിച്ചു കൊടുത്ത ഒരു പർവ്വതത്തിൽ, ഒരു മലയുടെ മുകളിൽ ഒരു ഗുഹ കാണുകയും ആ ഗുഹയ്ക്കകത്ത് അദ്ദേഹം അതിനെ ഒളിപ്പിച്ചു വയ്ക്കുകയും വലിയ കല്ലുകൾ കൊണ്ട് ഗുഹ അടയ്ക്കുകയും ചെയ്തു. തുടർന്ന് അദ്ദേഹം പറഞ്ഞു, ആ പുസ്തകത്തിൽ എഴുതി കാണുന്നത് അതാണ്, തുടർന്ന് അദ്ദേഹം പറഞ്ഞു, ഈ സ്ഥലം ഇന്നു മുതൽ ആരും അറിയാതെ ഇരിക്കണം, അത് അങ്ങനെ തന്നെ ആയിരിക്കും. എന്നാൽ ദൈവം തന്റെ ജനത്തെ മാനിച്ച് അവരെ മടക്കിക്കൊണ്ടുവന്ന് ദൈവം തന്റെ ജനത്തെ ആദരിക്കുന്ന കാലം ഇതൊക്കെയും ഇനിയും ലോകത്തിന്റെ മുമ്പിൽ ഞാൻ കൊണ്ടുവരും എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. മക്ബായരുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് യെരമ്യാവ് ദൈവത്തിന്റെ പ്രമാണങ്ങൾ ആചരിച്ചു കൊള്ളണമെന്ന് ജനത്തോട് പറഞ്ഞ ശേഷം അവരോട് ഒരു കാര്യം കൂടെ പറഞ്ഞിരുന്നു, ദൈവം ഇതിനെ ഒരു ദിവസം കൊണ്ടുവരും. ഓക്കെ, അന്ന് എല്ലാവരും പിരിഞ്ഞു പോയ ശേഷം ഈ സ്ഥലം ഒന്നുകൂടെ കണ്ടുപിടിക്കുവാൻ വീണ്ടും ആരോ ശ്രമിച്ചു. പോയി ആരും കാണാതെ യഹോവയുടെ പെട്ടകം വെച്ചിരിക്കുന്ന ഇടം ഒന്ന് മാർക്ക് ചെയ്യുവാൻ ആരോ ഒരുത്തൻ പോയെങ്കിലും വഴി കണ്ടുപിടിക്കാൻ കഴിയാതെ അവൻ അന്ധനായി മടങ്ങിപ്പോരുകയും ചെയ്തു. അന്നാണ് യെരമ്യാവ് പറഞ്ഞത്, ഇല്ല, ഇതിനി ആരും തപ്പി ചെല്ലരുത്, ദൈവം തന്നെ അതിന്റെ വഴിയൊരുക്കും. കാലം പോയി. ബാബേൽ രാജാക്കന്മാർ വന്നു, ഇസ്രായേൽ ആക്രമിച്ചു, യെരൂശലേം ദേവാലയം ഉടച്ചു. കൃപയാൽ കൃപാസനവും നിയമപ്പെട്ടകവും അതിവിടെ ഇല്ലായിരുന്നു, അത് നേരത്തെ മാറ്റപ്പെട്ടിരുന്നു. കിട്ടിയതൊക്കെയും ബാബേൽ രാജാക്കന്മാർ എടുത്തുകൊണ്ടുപോയി. ബാബേൽ രാജാക്കന്മാരുടെ കയ്യിൽ നിന്ന് ഭരണം മാറി. മെൻഡോ പേർഷ്യൻ ഗവൺമെന്റ്, മേദ്യ പാർസ്യ സംസ്ഥാനങ്ങൾ ചേർന്ന ഗവൺമെന്റ് ബാബേൽ രാജാക്കന്മാരെ തോൽപ്പിച്ചുകൊണ്ട് അവരെ കീഴടക്കി. 3, ഗ്രീസ് രാജ്യം മെൻഡോ പേർഷ്യൻ സംസ്ഥാനത്തെ തോൽപ്പിച്ചുകൊണ്ട് രാജ്യം കീഴടക്കി. 4, റോമൻ ഗവൺമെന്റ് എല്ലാവരെയും തോൽപ്പിച്ചുകൊണ്ട് രാജ്യം കീഴടക്കി. അങ്ങനെയാണെങ്കിൽ ഇസ്രായേൽ, അല്ലെങ്കിൽ യെരൂശലേമിലുള്ള യഹൂദന്മാർ, ഇസ്രായേൽ, ബാബേൽ രാജാക്കന്മാർ, മേദ്യപാർസ്യ രാജാക്കന്മാർ, ഗ്രീസിലെ രാജാക്കന്മാർ, റോമിലെ ചക്രവർത്തി, ഇങ്ങനെ 5 ഗവൺമെന്റുകൾ മാറിമറിഞ്ഞു. 600 വർഷങ്ങൾക്കകം 5 വ്യത്യസ്ത ഗവൺമെന്റുകളെ മാറ്റിമറിച്ചുകൊണ്ട് യേശുവിന്റെ ജനനത്തോടു കൂടെ റോമൻ ഗവൺമെന്റിന്റെ കയ്യിൽ ദൈവം യെരൂശലേമിനെ ഏൽപ്പിച്ചു. റോമക്കാർ കൊത്തുപണികളിൽ, പ്രത്യേകിച്ച് കല്ലിന്റെ മേലുള്ള കൊത്തുപണികളിൽ വിദഗ്ധരാണ്. ലോകത്തിൽ എവിടെയെങ്കിലും റോമൻ സംസ്കാരത്തിന്റെ ബാലൻസ് നാം കാണുന്നെങ്കിൽ, ഇതിനോടും ബന്ധപ്പെട്ടതല്ലത്, റോമൻ സംസ്കാരത്തിന്റെ ബാലൻസ് ലോകത്തിൽ എവിടെയെങ്കിലും കാണുന്നെങ്കിൽ കല്ലിന്മേലുള്ള കൊത്തുപണി അവരുടെ പ്രധാനപ്പെട്ട കാഴ്ചകളാണ്. റോം കാണാൻ പോയിട്ട് വന്നിട്ടുള്ളവരിൽ നിന്നൊക്കെ ഞാൻ കേട്ടിട്ടുള്ളത്, ദൈവം എന്നെ 10-50 വർഷം ഈ ക്രിസ്തീയ മണ്ഡലത്തിൽ നിർത്തിയതും കണ്ണും ചെവിയും തുറന്ന് നടക്കുവാൻ കൃപ തന്നതും ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഗ്രാസ്പ് ചെയ്യുവാനും സമയത്ത് ദൈവജനത്തെ അറിയിക്കേണ്ടതിനുമായിരുന്നുവെന്ന് ഇന്ന് എനിക്ക് ഒരു പ്രാവശ്യം കൂടെ ബോധ്യമുണ്ടാകുന്നു. ഇവിടം വരെ ആയുസ് നീട്ടിത്തന്ന ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു. റോം കണ്ടിട്ടുള്ളവരും അവിടെയുള്ള പണികൾ കണ്ടിട്ടുള്ളവരും പറയുന്നത്, റോമൻ സംസ്കാരം ഭൂമിയിൽ എവിടെയൊക്കെ ചെന്നിരുന്നോ അവിടെ മുഴുവനും കരിങ്കല്ലിന്മേലുള്ള കൊത്തുപണി അവരുടെ പ്രത്യേകതയായിരുന്നു. റോമൻ ഗവൺമെന്റ് യഹൂദര സാമ്രാജ്യം പിടിക്കുന്നതോടുകൂടെ നീചമായ മരണശിക്ഷ അവർ കൊണ്ടുവന്നതാണ്. ഏറ്റവും അധികം വേദനിപ്പിച്ചൊരു വ്യക്തിയെ കൊല്ലുവാൻ വേണ്ടി മരണത്തിനുള്ള സമ്പ്രദായം കണ്ടുപിടിച്ചതാണ് കുരിശീകരണ സമ്പ്രദായം. ക്രൂശിന്മേലുള്ള മരണമാണ് ഏറ്റവും നീചവും നികൃഷ്ടവും. ഇനി ഞാൻ ക്രൂശിന്മേലുള്ള മരണത്തെക്കുറിച്ച് തൊടട്ടെ. യെരൂശലേമിൽ ഇന്ന് കിട്ടിയിരിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് 3 സ്ഥലങ്ങളാണ് ക്രൂശീകരണത്തിന് വേണ്ടി തിരഞ്ഞെടുത്തിരുന്നത്. യെരൂശലേമിൽ 3 സ്ഥലങ്ങളാണ് ക്രൂശീകരണത്തിന് വേണ്ടി തിരഞ്ഞെടുത്തത്.
ഇഷ്ടമുള്ളവിടത്ത് ഒരു കുരിശുണ്ടാക്കി ആണിതറച്ച ആളിനെ കുരിശിക്കുന്നത് അന്ന് അനുവദിക്കപ്പെട്ടിരുന്നില്ല. പകരം നിശ്ചയിക്കപ്പെട്ട സമയത്തും സ്ഥലത്തും മാത്രമേ ക്രൂശീകരണം നടക്കുകയുള്ളൂ. റോമൻ ഗവൺമെന്റ് 3 സ്ഥലങ്ങളെ ക്രൂശീകരണത്തിന് വേണ്ടി തെരഞ്ഞെടുത്തു. അതിൽ ഒന്ന് നഗരവാതിലിന്റെ വെളിയിലുള്ള ഒരു ക്രൂശീകരണ സ്ഥലമായിരുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കുരിശിക്കപ്പെട്ടത് നഗരവാതിലിന്റെ വെളിയിൽ വെച്ചായിരുന്നുവെന്ന് തിരുവചനം വ്യക്തമാക്കുന്നുണ്ട്. 2, കുരിശീകരണം ഒരു വർഷത്തിൽ 3 പ്രാവശ്യമേ നടന്നിരുന്നുള്ളൂ. ഒന്ന്, അതിന് 3 സൈറ്റുകളാണ്. 2, കുരിശീകരണം ഇഷ്ടമുള്ള ദിവസം ക്രൂശിക്കാനൊക്കത്തില്ല. കുരിശീകരണം 3 സീസണുകളിൽ മാത്രമേ ഇസ്രയേലിൽ നടന്നിരുന്നുള്ളൂ, റോമൻ ഗവൺമെന്റ് അനുവദിച്ചിരുന്നുള്ളൂ. യേശുവിനെ കുരിശിച്ചത് പെസഹ പെരുന്നാളിന്റെ സീസണിലാണ് എന്ന് വേദപുസ്തകം വ്യക്തമാക്കുന്നുണ്ട്. ചരിത്രവുമായി ഇത് കണക്ട് ചെയ്തു പോകുന്നത് കൊണ്ടാണ് ഞാൻ ഈ ഭാഗങ്ങൾ ഓർമ്മിപ്പിക്കുന്നത്. 3, വേദപുസ്തകത്തിൽ യാതൊരു രേഖയും ഇല്ലെങ്കിലും കുരിശീകരണത്തിൽ ഒരു കൊള്ളത്തലവനെയോ അല്ലെങ്കിൽ പിടിപെടുന്ന ഗ്രൂപ്പിലെ തലവനെയും അദ്ദേഹത്തോട് ചേർന്ന് ചില അനുയായികളെയും ഒരുമിച്ച് ക്രൂശിക്കുകയാണ് പതിവ്. ഒറ്റപ്പെട്ട വ്യക്തിയെ അല്ല കുരിശിക്കുന്നത്. കുരിശിക്കുമ്പോൾ ഒന്നിലധികം വ്യക്തികളെ ഒരുമിച്ചാണ് ഒരു സ്ഥലത്ത് കുരിശിക്കുന്നത്. ഇതിന് ഒന്ന്, ആ ഗ്യാങ് ലീഡർ, ആ പിടിക്കപ്പെട്ട ഗ്രൂപ്പിന്റെ തലവൻ അദ്ദേഹത്തെ കുരിശിക്കും. തന്നോടൊപ്പം ആ കൂട്ടത്തിലുള്ള മറ്റാളുകളെയും കുരിശിക്കും. യേശുവിനോട് കൂടെ 2 കള്ളന്മാരെ കൂടെ കുരിശിച്ചു എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്. 2 കൊണ്ട് നിർത്തണമെന്നില്ല, അതിൽ കൂടുതൽ ആളുകളെ കുരിശിക്കുവാനുള്ള സംവിധാനമുണ്ട്. പക്ഷേ എല്ലാവരുടെയും ഒരുമിച്ച് കുരിശിക്കണമെന്നില്ല. കൂടെ ആരെയും കുരിശിച്ചിരിക്കണം. ഒരു ഗ്യാങ്ങിനെ ഒരുമിച്ച് കുരിശിക്കുമ്പോൾ കൊള്ളത്തലവന്റെ അല്ലെങ്കിൽ ആ ഗ്രൂപ്പിന്റെ നേതാവിന്റെ തലയ്ക്ക് മീതെ അവരുടെ കുറ്റസംഗതി എഴുതി വെക്കുന്ന പതിവുണ്ടായിരുന്നു. യേശുക്രിസ്തുവിന്റെ തലയ്ക്ക് മീതെ ഇവൻ യഹൂദന്മാരുടെ രാജാവെന്ന കുറ്റസംഗതി എഴുതി തൂക്കിയിരുന്നു എന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. ഞാൻ ചരിത്രവുമായി ബൈബിൾ മാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും കാര്യങ്ങളുണ്ട്. യേശുക്രിസ്തുവിനെ കുരിശിച്ചതായ ഒരു പാറ റോൺ വയത്ത് എന്ന മനുഷ്യൻ 1983 കണ്ടുപിടിച്ചു. അദ്ദേഹത്തിന് ലഭിച്ച പ്രത്യേക ദൈവിക നിയമനം അനുസരിച്ച് താൻ യെരുശലേം നടന്നു കാണുകയും, റോൺ വയത്ത് പല കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുള്ള ആളാണ്, ഇത് മാത്രമല്ല തന്റെ കണ്ടുപിടുത്തം. തന്നെക്കുറിച്ച് വ്യക്തിപരമായി ഒരു കാര്യം കൂടെ എനിക്ക് കിട്ടിയ അറിവിനനുസരിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം ഒരു മെയിൽ നേഴ്സായിരുന്നു. അദ്ദേഹത്തിന് ആർക്കിയോളജി, ഭൂഗർഭശാസ്ത്രം അറിവില്ലായിരുന്നു. അദ്ദേഹം വെറും ഒരു മെയിൽ നേഴ്സായിരുന്നു. നേഴ്സിംഗ് ആണ് അദ്ദേഹത്തിന്റെ പ്രൊഫഷൻ. എന്നാൽ ഭൂഗർഭശാസ്ത്രത്തിൽ തനിക്ക് താല്പര്യമുണ്ടാകുകയും റോൺ ചാൾസ് എന്ന് പറഞ്ഞ് കഴിഞ്ഞ നവംബറിൽ ഇവിടെ വന്നിരുന്ന ആ ദൈവമനുഷ്യൻ, അദ്ദേഹം ആർക്കിയോളജിയുടെ എഞ്ചിനീയറിംഗ് പാസ്സായ ആളാണ്. യുണൈറ്റഡ് നേഷൻസിന്റെ ഇന്നത്തെ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ ചെയർമാനാണ്. അദ്ദേഹം സാധാരണക്കാരനല്ല, വളരെ വളരെ വലിയവനാണ്. ഒന്നുകൂടെ ആവർത്തിക്കാം, UNOയുടെ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ എക്സ്പെഡീഷൻ ടീമിന്റെ ഇന്നത്തെ ചെയർമാനും കൂടെയാണ് റോൺ ചാൾസിന്റെ അടുക്കൽ ഈ റോൺ വയത്ത് വരികയും റോൺ വയത്തിനെ അദ്ദേഹം ആർക്കിയോളജി അല്ലെങ്കിൽ ഭൂഗർഭശാസ്ത്രം പഠിപ്പിക്കുകയും ചെയ്തു. റോൺ വയത്ത് ചില ചെറിയ കണ്ടുപിടുത്തങ്ങൾ നേരത്തെ നടത്തിയിരുന്നെങ്കിലും 1973 അദ്ദേഹം ചില കണ്ടുപിടുത്തങ്ങൾ നടത്തിയിരുന്നെങ്കിലും ഗൗരവമുള്ള ചിലത് കണ്ടുപിടിക്കുവാൻ താൻ പ്രാർത്ഥിക്കുകയും 73 മുതൽ 81 വരെ ഉപവസിച്ചും പ്രാർത്ഥിച്ചും ദൈവത്തോട് ഈ കൃപ ചോദിക്കുകയും ചെയ്തുവെന്ന് റോൺ വയത്തിന്റെ വെബ്സൈറ്റിൽ അദ്ദേഹം സ്വയം സാക്ഷീകരിക്കുന്നുണ്ട്. ഏതാണ്ട് 8 വർഷത്തെ ഉപവാസത്തിന് ശേഷം താൻ ഒരു പ്രാവശ്യം യെരുശലേമിലേക്ക് വരികയും അതിലെ നടന്നു പോകുമ്പോൾ പാറകൾ പൊട്ടിക്കുന്ന ഒരു കോറി കാണുകയും ചെയ്തു. ആ കോറിയുടെ അടുക്കൽ വരുമ്പോൾ, പാറ പൊട്ടിക്കുന്ന ഒരു സ്ഥലം, അവിടെ വരുമ്പോൾ ഈ സ്ഥലത്തിന്റെ പേരെന്താണ് എന്ന് അദ്ദേഹം അവിടുത്തുകാരോട് ചോദിച്ചപ്പോൾ ഇതാണ് പഴയ ഗോൽഗോഥ എന്നാരോ പറഞ്ഞു. അദ്ദേഹം പറയുന്നത്, എന്റെ അറിവ് കൂടാതെ എന്റെ ഇടത്തെ കൈ ഒരു ഭാഗത്തേക്ക് ചൂണ്ടുകയും എന്റെ അറിവ് കൂടാതെ എന്റെ നാവ് കൊണ്ട് ഞാൻ തന്നെ വിളിച്ചു പറയുകയും ചെയ്തു, ഇവിടെയാണ് യേശു കുരിശിക്കപ്പെട്ടത് സാക്ഷാൽ. ഇവിടെ തന്നെ ദൈവത്തിന്റെ നിയമപ്പെട്ടകവും ഉണ്ട്. ഇത് തമ്മിൽ ഒരു നോട്ടത്തിൽ യാതൊരു ബന്ധവുമില്ലാത്ത 2 കാര്യമാണ്. ഒന്ന്, ക്രിസ്തുവിന്റെ ജനനത്തിന് 600-ലധികം വർഷങ്ങൾക്ക് മുമ്പേ ഇസ്രയേലിൽ നിന്ന് കാണാതായ ഒരു പെട്ടകം. 2, കാലത്തിന്റെ സമ്പൂർണതയിൽ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ഇറങ്ങി വന്നത്, ആ തന്റെ മരണം. ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്തുകൊണ്ടാണ് പ്രവചനത്തിന്റെ വാചകങ്ങൾ എന്റെ നാവിലൂടെ വന്നത്. ഇവിടെയാണ് ക്രിസ്തു ക്രൂശിക്കപ്പെട്ടത്, ഇവിടെ തന്നെ നിയമപ്പെട്ടകവും ഉണ്ട്. തന്നോട് കൂടെ ഭൂമി കുഴിക്കുവാൻ അനുവാദം കൊടുക്കുന്ന ആളുകൾ യെരുശലേമിൽ നിന്നുണ്ടായിരുന്നെങ്കിലും, അന്നവർ അനുവാദം കൊടുത്തെങ്കിലും
തനിക്ക് തന്നെ തന്റെ വാചകങ്ങളിൽ വിശ്വാസമില്ലാതെ ഒന്നും കുഴിക്കാതെ അദ്ദേഹം തിരിച്ചു പോകുകയും 1983 രണ്ടാം പ്രാവശ്യം അദ്ദേഹം ഒരു റഡാറുമായി അല്ലെങ്കിൽ കുഴിക്കുവാനുള്ള സെർച്ച് ചെയ്യുവാനുള്ള സാമഗ്രികളുമായി ആ സ്ഥലത്ത് മടങ്ങി വരികയും തന്റെ റഡാർ ഉപയോഗിച്ച് നോക്കുമ്പോൾ അപാര വലിപ്പമുള്ള ഓൾമോസ്റ്റ് ഇതിന്റെ വീതിയോളം ഡയമീറ്റർ ഉള്ള ഒരു വലിയ കല്ലാണ് യേശുവിന്റെ കല്ലറയ്ക്കൽ കൊണ്ടുവച്ചിരുന്നത്. അരിമത്തിയിലെ യോസെഫ് എന്ന ധനികനായ മനുഷ്യൻ തന്റെ ശവസംസ്കാരത്തിന് വേണ്ടി ഒരുക്കിയിരുന്ന അസാമാന്യ വലിപ്പമുള്ള ആ ശവക്കല്ലറയിലാണ് യേശുവിനെ അടക്കിയത് എന്നതിന് തെളിവുണ്ട്. അരിമത്തിയിലെ യോസെഫിന്റെ കല്ലറയുടെ മുൻപിലെ വലിപ്പം 13 അടിയിൽ അധികമാകയാൽ ഏറെക്കുറെ ഇതിനുള്ള വലിപ്പമുണ്ട്. എന്റെ ഉദ്ദേശം 18 അടി എന്നാണ് എന്റെ ഓർമ്മ. ഒന്നുകിൽ 13 അല്ലെങ്കിൽ 18 അടി ഡയമീറ്റർ ഉള്ള ഒരു വലിയ കല്ലാണ് യേശുവിന്റെ കല്ലറയ്ക്കൽ വെച്ചിരുന്നത്. യേശുവിന്റെ കല്ലറയ്ക്കൽ അതിരാവിലെ എത്തിയിരുന്ന മറിയമാരുടെ ചോദ്യവും ഈ വലിയ കല്ല് ആരുരുട്ടി മാറ്റുമെന്നതായിരുന്നു. അത്ര വലിപ്പമുള്ള കല്ലായിരുന്നത്. റോൺ വയറ്റ് അവർകൾ തന്റെ റഡാർ കൊണ്ട് ആ സ്ഥലം ശോധന ചെയ്യുമ്പോൾ ഈ 18 അടിയോളം വലിപ്പമുള്ള ഈ വലിയ കല്ല് ഏതാണ്ട് 24 അടി മണ്ണിന് താഴെയായി കിടക്കുന്നത് താൻ കണ്ടു. താൻ തീരുമാനിച്ചു, ഇത് തന്നെയാണ് ക്രൂശീകരണത്തിന്റെ സൈറ്റ് എങ്കിൽ ഇവിടം കാര്യം തന്നെ കുരിശിച്ച അതിനോട് അടുത്ത് തന്നെയായിരുന്നു ഗാർഡൻ ടോംബ്, യേശുവിനെ അടക്കിയ അരിമത്തിലെ യോസഫിന്റെ കല്ലറ എന്നതിന് ബൈബിളിൽ തെളിവുണ്ട്. ഇവിടം കുഴിക്കണം എന്ന് അദ്ദേഹം തീരുമാനിക്കുകയും ഗവൺമെന്റിന്റെ അനുമതിയോടുകൂടെ താൻ അവിടെ കുഴിക്കുകയും ചെയ്തു. താൻ കുഴിച്ച താഴേക്ക് ചെല്ലുമ്പോൾ ഒരു കല്ല് മിനുസപ്പെട്ടതായി അദ്ദേഹം കണ്ടു. അല്ലെങ്കിൽ ക്രൂശീകരണത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന ആ വൻ പാറ അദ്ദേഹം കണ്ടു. ആ പാറയുടെ ഒരു ഭാഗം അദ്ദേഹം കുഴിച്ചിറങ്ങി. വട്ടം കുഴിച്ച് കാണാം, ഒരു ഭാഗം കുഴിച്ചതിനെ കുറിച്ച് എഴുതിയിട്ടുള്ളൂ, ഒരു ഭാഗം അദ്ദേഹം കുഴിച്ചിറങ്ങി. ഈ കല്ലിലൂടെ, ഈ വലിയ പാറയിലൂടെ 20 അടി താഴ്ചയിലേക്ക് എത്തിയപ്പോൾ അവിടെ ഒരു ഗുഹ ആരംഭിക്കുന്നതായി കണ്ടു. ആ ഗുഹയുടെ വാതിൽ കല്ലുകൾ കൊണ്ട് അടച്ചിരിക്കുകയായിരുന്നു. അത് തുറക്കുവാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. ആ ജോലിക്കാർ ആ ഗുഹ തുറക്കുകയും അതിനകത്തെ കല്ലും മണ്ണും മാറ്റി 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 അവരകത്ത് കയറുകയും ചെയ്തു. എബ്രായ ഭാഷ സംസാരിക്കുന്ന ഇസ്രയേലിലുള്ള കൂലിക്കാരാണ് കൂലിപ്പണി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കുഴിച്ച് അകത്ത് കയറിയ ഒരു മനുഷ്യൻ അലറിക്കൊണ്ട് വെളിയിലേക്ക് വരികയും അദ്ദേഹം എബ്രായ ഭാഷയിൽ എന്തോ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഓടുകയും തന്റെ കൂടെ കൂലിക്കാർ ഓടിപ്പോകുകയും ചെയ്തു. എന്തുകൊണ്ടാണ് ഇവർ ഓടിപ്പോകുന്നത്? കൂലി വാങ്ങിക്കാൻ പോലും വരുന്നില്ലല്ലോ എന്ന് വിളിച്ചു ചോദിച്ചപ്പോൾ, അതിനകത്ത് ഇരിക്കുന്നത് എന്താണെന്ന് കണ്ടോ എന്നൊരു ചോദ്യം മാത്രം ഇംഗ്ലീഷിൽ ചോദിച്ചു. അല്ലെങ്കിൽ എബ്രായിൽ ഇത് ചോദിക്കുന്നവർക്ക് മനസ്സിലായി, ആ ഒരു ചോദ്യം മാത്രം മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ഇതിനകത്തിരിക്കുന്നത് എന്താണെന്ന് കാണുവാൻ റോൺ വയത്ത് ആ കൊച്ചു ഗുഹയ്ക്കകത്തേക്ക് കയറുകയും താൻ കാണുന്നത് നിയമപ്പെട്ടകം അവിടെ ഇരിക്കുന്ന കാഴ്ചയാണ് താൻ കാണുന്നത്. ഇത് കണ്ട മാത്രയിൽ അദ്ദേഹം ബോധം കെട്ട് താഴെ വീണു. പണ്ടൊരിക്കൽ ഉസ എന്ന മനുഷ്യൻ ഈ പെട്ടകത്തിൽ തൊട്ട കാരണത്താലാണ് സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങി തന്നെ ദഹിപ്പിച്ചു കളഞ്ഞത്. നിത്യനായ ദൈവത്തിന്റെ ഈ ഭൂമിയിലെ അധിവാസ കേന്ദ്രവും സിംഹാസനവുമായി ദൈവം അതിനെ അംഗീകരിച്ചു. സ്വർഗത്തിലും സ്വർഗാധിസ്വർഗത്തിലും ഒതുങ്ങാത്തവൻ, സ്വർഗം തന്റെ സിംഹാസനവും ഭൂമി തന്റെ പാദപീഠവും എന്ന് പറഞ്ഞവൻ, സ്വർഗത്തിലും ഭൂമിയിലും ഒതുങ്ങാത്ത ദൈവം ഇസ്രായേലിന്റെ നടുവിൽ വസിക്കുവാൻ താൻ തന്നെ തിരഞ്ഞെടുത്ത ദൈവിക കൊട്ടാരവും സിംഹാസനമോ ആയിരുന്നു ഈ കണ്ടത്. ഇന്ന് അവിടെ ദൈവസാന്നിധ്യം അതുവഴി ഇല്ലെങ്കിലും ആ വസ്തു തനിക്ക് കാണുവാനായി കഴിഞ്ഞു. മക്ബായരുടെ പുസ്തകത്തിൽ നിന്ന് തുടർന്ന് വായിക്കുമ്പോൾ, ഞാൻ അധ്യായം മിക്കവാറും വായിച്ചു, അത് തുടർന്ന് അധ്യായം മുഴുവൻ ഞാനിവിടെ റെക്കോർഡ് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടില്ല, പക്ഷെ ഞാനത് മിക്കവാറും വായിച്ചു. അത് വായിക്കുമ്പോൾ ഇനി ഒരിക്കൽ ദൈവത്തിന്റെ തേജസ്സോടുകൂടെ ദൈവം ഈ പെട്ടകത്തിന്റെ മുമ്പിൽ പ്രകാശമുള്ള മേഘങ്ങളിൽ ശലോമോന്റെയും മോശയുടെയും കാലത്ത് പ്രത്യക്ഷമായതുപോലെ തീയിലിറങ്ങി ഉത്തരമരുളുമെന്നൊക്കെ പ്രവചിച്ചതായി കാണുന്നു. ആകാം, വന്നുകൂടുന്നില്ല, ആകുമെന്നും ആധികാരികമല്ല ഞാൻ പറയുന്നത്. ആ പുസ്തകത്തിൽ അങ്ങനെയും കാണുവാനിടയായി. ഞാൻ മുന്നോട്ട് വരട്ടെ. ഇത് കണ്ട ശേഷം താൻ ബോധം കെട്ട് കിടക്കുമ്പോൾ തന്റെ സ്വന്തം മകൻ കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ മകൻ രക്ഷിക്കുകയും വെളിയിൽ കൊണ്ടുപോകുകയും ചെയ്തു. തുടർന്ന് അദ്ദേഹം ഇതിനെക്കുറിച്ചൊരു വിശദീകരണം തന്നിട്ടുള്ള വിശദീകരണം ഇനി ശ്രദ്ധിച്ചാലും, ഈ മുൻപേ പറഞ്ഞ പാറയുടെ മുകളിലാണ് ക്രൂശീകരണം നടക്കുന്നത്. ക്രൂശീകരണം നടക്കുന്ന ഇടത്ത് ഒന്ന്, നേതാവിനെ കുരിശിക്കുന്നത് എല്ലാവരെയും കുരിശിക്കുന്ന പ്ലെയിനിലല്ല. ആളുകളെ കുരിശിക്കുന്ന പ്ലെയിനിൽ കുരിശുകൾ ഇട്ട് ഉറപ്പിക്കേണ്ടതിന് വേണ്ടി കല്ലിനകത്ത് കൊത്തിയിരിക്കുന്ന കുഴികളുണ്ട്. ഒരു കുരിശിന്റെ ചുവടിന്റെ സ്റ്റാൻഡേർഡ് സൈസ് 4 ഇഞ്ചിന് 4 ഇഞ്ചാണ്. 4 ഇഞ്ച് ഗുണം 4 ഇഞ്ച് വലിപ്പമുള്ള സ്ക്വയർ ആയിരിക്കും ആ ക്രൂശിന്റെ ചുവട്. ആ ചുവട് ഇട്ടുറപ്പിക്കേണ്ടതിന് വേണ്ടി 4 ഇഞ്ച് ഗുണം 4 ഇഞ്ച് വലിപ്പമുള്ള ഹോളുകൾ പാറയിൽ കൊത്തിയിട്ടുണ്ട്. ഇവിടെയാണ് സാധാരണ ഗ്യാങ് മെമ്പേഴ്സിനെ, സാധാരണക്കാരനെ കുരിശിക്കുന്നത്. എന്നാൽ ഗ്യാങ് ലീഡറെ കുരിശിക്കുന്നത് അതിനടുത്തുള്ള ഒരു കൊച്ചു സ്റ്റേജിലാണ്.
ഈ പ്ലെയിനായി കൊത്തിയിരിക്കുന്ന ആ പാറയുടെ ഒരു ഭാഗത്തായി 4.5 അടി കിളരത്തിൽ ഒരു കൊച്ചു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ പ്ലാറ്റ്ഫോമിന്റെ മുകളിലാണ് തലവനെ കുരിശിക്കുന്നത്. തലവനെ അതിന്മേൽ കുരിശിക്കേണ്ടതിന് അദ്ദേഹത്തിന്റെ കുരിശിടുവാനും 4 ഇഞ്ച് ഗുണം 4 ഇഞ്ച് വലിപ്പമുള്ള ഒരു ക്രോസ് ഹോൾ അതിന്റെ മേലുണ്ട്. അദ്ദേഹത്തെ കുരിശിക്കുന്നതിന്റെ തൊട്ട് പിൻപിലായി ഒരു ഭിത്തി ഉയർത്തി പണിതിട്ടുണ്ട്. ആ ഭിത്തിയിൽ നിന്ന് കുറ്റസംഗതി തൂക്കിയിടേണ്ടതിനായി ഒരു കല്ല് പ്രൊജക്ട് ചെയ്യും. ഈ കല്ല് കുരിശിന്റെ തൊട്ട് മുകളിലായി നിൽക്കും. അതിന്റെ മേലാണ് ഇവൻ യഹൂദന്മാരുടെ രാജാവ് എന്ന കുറ്റസംഗതി എഴുതി തൂക്കിയിരുന്നത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. റോൺ വയത്ത് ഈ സംവിധാനങ്ങൾ മുഴുവനും കണ്ടെടുത്തു. അതിന്റെ പിക്ചർ നമ്മൾ ഇന്ന് കാണും. അദ്ദേഹം ഗുഹയ്ക്കകത്തേക്ക് ഇറങ്ങി നിയമപ്പെട്ടകം ശോധന ചെയ്യുമ്പോൾ തന്നെ ഇന്ന് ലഭിച്ച കഴിഞ്ഞ പ്രാവശ്യം പറയാഞ്ഞൊരു ഇൻഫർമേഷൻ, താൻ അതിനകത്തേക്ക് ഇറങ്ങിച്ചെന്ന് പ്രാർത്ഥനയോടുകൂടെ അതിനകത്ത് ശോധന ചെയ്യുമ്പോൾ താൻ 4 ചെറുപ്പക്കാരെ അവിടെ കണ്ടു എന്ന് എഴുതിയിരിക്കുന്നു. ആ ഭാഗം ഞാൻ റെക്കോർഡ് ചെയ്തിട്ടില്ല. ഐ ഡോണ്ട് തിങ്ക് അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇല്ല, ചെയ്തിട്ടില്ല. ആവശ്യമുള്ളവർക്ക് യൂട്യൂബിൽ കയറി റോൺ വയത്തിനെ തപ്പിയാൽ ഏതാണ്ട് 1 മണിക്കൂറോളമുള്ള അദ്ദേഹത്തിന്റെ ഒരു അനുഭവ സാക്ഷ്യം കേൾക്കാൻ കഴിയും. അതിനകത്ത് താൻ പറയുന്നത് 4 ചെറുപ്പക്കാരെ ഞാൻ അവിടെ കണ്ടു, 4 യങ് മെൻ. ഞാൻ അവരോട് നിങ്ങൾ ആരാണ് എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞങ്ങൾ ഈ പെട്ടകത്തിന്റെ കാവൽക്കാരായി ദൈവം നിയമിച്ചിരിക്കുന്ന ദൂതന്മാരാകുന്നു. ദൈവത്തിന്റെ സിംഹാസനം ഇതാകയാൽ ഇതിന്റെ കാവൽക്കാരായി മോശയുടെ കാലം മുതൽ ഇന്നുവരെ ഞങ്ങൾ ഇതിനോടുകൂടെ ഉണ്ട് എന്ന് അവർ റോൺ വയത്തിനോട് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, അതിൽ ഒരുവൻ തന്നോട് തന്നെ ഇത് തുറന്നു കാണിച്ചു. ഞാൻ അവിടെ വരാം. റോൺ വയത്ത് ഇതിന്റെ മുകൾ ഭാഗം നോക്കുമ്പോൾ ഇതിന്റെ മുകൾ ഭാഗത്ത് ടാറ് പോലെ കറുത്ത ഏതോ ഒരു വസ്തു വന്ന് വീണ് കിടക്കുന്നതായി കാണുന്നു. തൽക്കാലം എന്റെ കയ്യിലിരിക്കുന്ന ബൈബിൾ ഞാൻ മുമ്പേ ഇതൊരു പ്ലാറ്റ്ഫോമായി ചിത്രീകരിച്ചു. ഇപ്പോഴ് ഇത് പെട്ടകമാണ് എന്നിരിക്കട്ടെ. ആ പെട്ടകത്തിന്റെ മുകളിൽ പ്രത്യേകിച്ച് അതിന്റെ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് മാറി. പടിഞ്ഞാറ് ഭാഗം എന്ന് പറയുന്നതിന് അർത്ഥമുണ്ട്. പടിഞ്ഞാറ് ഭാഗത്തായിട്ട് മാറി ടാറ് പോലെ കറുത്ത ഒരു വസ്തു വീണ് നിരന്നു കിടക്കുന്നു. അദ്ദേഹം ആ ഗുഹയ്ക്കകത്തു നിന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ ഗുഹയുടെ മുകൾ ഭാഗം പൊട്ടിയിട്ടുണ്ട്, പാറ പൊട്ടിയിട്ടുണ്ട്. ആ പാറയുടെ വിള്ളലിലൂടെയാണ് ഈ കറുത്ത വസ്തു ഇതിന്റെ മേൽ വീണിരിക്കുന്നത്. ഇതെന്താണ് എന്നറിയേണ്ടതിന് താൻ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ആ ഗുഹയുടെ അകത്ത് കൊണ്ടുവരികയും ഇതിനെ ശോധന ചെയ്യുകയും ചെയ്തപ്പോൾ ഇത് മനുഷ്യരക്തമാണ് എന്ന് അദ്ദേഹം കണ്ടുപിടിച്ചു. അതിനെ തുടർന്ന് ഈ ദൂതന്മാർ തന്നോട് ആവശ്യപ്പെട്ടു, ഈ രക്തത്തിന്റെ സാമ്പിൾ എടുത്ത് നീ ലബോറട്ടറിയിൽ ശോധന ചെയ്യണം എന്ന് ദൂതൻ ആവശ്യപ്പെടുകയും രക്തത്തിന്റെ സാമ്പിൾ കൊണ്ടുപോകുവാൻ ദൂതൻ അനുവദിക്കുകയും അദ്ദേഹം രക്തത്തിന്റെ സാമ്പിൾ വെളിയിൽ കൊണ്ടുപോകുകയും ചെയ്തു. ഇന്നെനിക്ക് ലഭിച്ചിരിക്കുന്ന ഇൻഫർമേഷനിൽ നിന്ന് ഞാനത് കോപ്പി ചെയ്ത് ആ ഭാഗം കോപ്പി ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ലബോറട്ടറിയിലെത്തി ഈ ബ്ലഡ് ശോധന ചെയ്യാൻ ആവശ്യപ്പെട്ടു. അവർ പറഞ്ഞു, ഇത് മനുഷ്യരക്തമാണെന്നത് ഞങ്ങൾ സർട്ടിഫൈ ചെയ്യുന്നു, അതിലധികമൊന്നും ഇതിൽ നിന്ന് കണ്ടുപിടിക്കാൻ ഒക്കത്തില്ല. കാരണം ഈ രക്തം ഉണങ്ങിപ്പോയി. നൂറ്റാണ്ടുകളുടെ സഹസ്രാബ്ദങ്ങളുടെ പഴക്കമുള്ള രക്തമാണിത്. 2000 വർഷത്തിന്റെ പഴക്കമുണ്ട്. ഇതൊന്നും റോൺ വയത്ത് വിശദീകരിച്ചില്ല. ഉണങ്ങിയ രക്തമാണ്, അതിനകത്തൊന്നും ഇത്ര കണ്ടുപിടിക്കാൻ ഒക്കുകയുള്ളൂ. ഇത് മനുഷ്യരക്തമാണ്, ഹ്യൂമൻ ബ്ലഡ് ആണ് എന്നവർ സർട്ടിഫൈ ചെയ്തു. റോൺ വയത്ത് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ ഒക്കത്തില്ലായിരിക്കാം, ദയവായി ഒന്ന് ശ്രമിക്കൂ. എന്തെങ്കിലും പുതിയ കണ്ടുപിടുത്തങ്ങൾ കിട്ടിയാൽ അത് എന്നോട് പറ. കാശ് കിട്ടുന്നതല്ലേ. അവർ അടുത്തതിന് തയ്യാറായി. അദ്ദേഹം തന്നെ ഒരു സ്റ്റാഫ് നേഴ്സ് ആയതുകൊണ്ട് അദ്ദേഹം ഞാനിവിടെ ഉള്ളപ്പോൾ മാത്രമേ ഈ രക്തം ശോധന ചെയ്യാവൂ എന്ന് പറയുകയും അങ്ങനെയാണെങ്കിൽ 72 മണിക്കൂറുകൾ ഇത് ഒരു സൊല്യൂഷനകത്ത് ഇട്ട ശേഷം മാത്രമേ ശോധന ചെയ്യാൻ കഴിയൂ. 72 മണിക്കൂർ കഴിഞ്ഞു വരുവാൻ റോൺ വയത്തിനോട് ആവശ്യപ്പെടുകയും 72 മണിക്കൂർ കഴിഞ്ഞു തന്നെ ചെല്ലുമ്പോൾ ചില ചില്ലറ വിവരങ്ങൾ കൂടെ അവർ പറയുകയും ചെയ്തു. എന്താണെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടില്ല. അദ്ദേഹം പറഞ്ഞു, അതല്ല, എനിക്കിതിന്റെ വൈറ്റ് ബ്ലഡ് സെൽ കോർപ്പസൽസ് ഒന്ന് ശോധന ചെയ്ത ശേഷം ഇതിന്റെ DNA ടെസ്റ്റിലേക്ക് പോകണം, അതാണ് എനിക്ക് ആവശ്യം. അവർ പറഞ്ഞു, ഒരിക്കലും ചത്ത ബ്ലഡ്, ഉണങ്ങിയ ബ്ലഡ് ഇനി വൈറ്റ് കോർപ്പസൽസ് കിട്ടത്തില്ല, അതിന്റെ DNA ടെസ്റ്റ് അസാധ്യമാണ് എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ആയിരിക്കാം, പക്ഷെ ദയവായി എനിക്ക് വേണ്ടി നിങ്ങൾ അതും കൂടെ ഒന്ന് ശോധന ചെയ്യുക. അവർ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അടുത്ത 48 മണിക്കൂർ ഇത് വേറൊരു സൊല്യൂഷനകത്ത് ഇട്ട ശേഷം എടുക്കാൻ ശ്രമിക്കാം. അങ്ങനെയാണ് DNA ടെസ്റ്റ് ചെയ്യാതെ. അടുത്ത 48 മണിക്കൂർ കഴിഞ്ഞു. താനും കൂടെ വീണ്ടും എത്തി ടെസ്റ്റ് ചെയ്യാനായിട്ടിരുന്നു. അദ്ദേഹം പറയുന്നത്, ഒരു ടെക്നീഷ്യൻ മൈക്രോസ്കോപ്പിന്റെ കീഴിലേക്ക് ബ്ലഡ് സാമ്പിൾ എടുത്തു വെച്ച ശേഷം അടുത്ത ടെക്നീഷ്യനെ വിളിച്ചു. അവൻ വന്ന് നോക്കി, അതിനടുത്ത ടെക്നീഷ്യനെ വിളിച്ചു. ആ ടെസ്റ്റ് മണി ഇന്ന് പ്രൊജക്ട് ചെയ്യും. അതാണ് എനിക്ക് പുതുതായി കിട്ടിയതിൽ ഒന്ന്. അങ്ങനെ വിളിച്ച് ഒടുവിൽ ആ ഇൻസ്റ്റിറ്റ്യൂഷന്റെ അല്ലെങ്കിൽ ലബോറട്ടറിയുടെ ബോസിനെ വരെ വിളിച്ചു. ബോസിനെ വിളിച്ച ശേഷം അവർ ഈ ബ്ലഡ് റിപ്പോർട്ട് റോൺ വയത്തിന് കൊടുക്കുകയും അദ്ദേഹത്തോട് ഒരു വാചകം പറയുകയും ചെയ്തു. അവർ പറഞ്ഞു, വയത്ത്, ഈ രക്തം ഇന്നും ജീവനോടെ ഇരിക്കുന്നു. ഈ രക്തം മരിച്ചിട്ടില്ല. ഇറ്റ്സ് നോട്ട് ഡെഡ്. ഇത് ഇന്നും ജീവനോടിരിക്കുന്നു.
ദൈവത്തിന്റെ വചനത്തിന്റെ വലിപ്പം ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന യേശുവിന്റെ വിശുദ്ധ രക്തം. ഞാൻ ഈ ചില ഇൻഫർമേഷൻസ് ഇവിടെ വെക്കാൻ വേണ്ടിയാണ് ഇന്ന് ഈ ഹോൾ സമയം ഞാൻ എടുക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇന്നത്തെ സമയം വർത്താണ്, ഇത് നഷ്ടമല്ല. ഈ രക്തം മരിച്ചിട്ടില്ല, ഇതെന്നും ജീവനോടിരിക്കുന്ന രക്തമാണ്. റോൺവയത്ത് അവരോട് പറഞ്ഞു, ഇത് മശിഹയുടെ രക്തമാ, നിങ്ങൾ വിചാരിച്ചതുപോലെ ഒന്നല്ലിത്, ഇത് മശിഹയുടെ രക്തമാ. തുടർന്ന് അതിന്റെ ക്രോമസോൺ ടെസ്റ്റ് അദ്ദേഹം പുറത്തു കൊണ്ടുവന്നു. ആ ടെസ്റ്റ് ഇന്ന് നമുക്കത് പ്രൊജക്ട് ചെയ്ത് കാണാം. അതിനകത്ത് അദ്ദേഹം പറയുന്നത്, അപ്പനിൽ നിന്ന് ലഭിച്ച ക്രോമസോമുകൾ ഈ രക്തത്തിൽ ഇല്ല, പകരം അമ്മയിൽ നിന്ന് ലഭിച്ചതേ ഉള്ളൂ. ഞാൻ ഒരളവിലൂടെ ഇവിടെയുള്ള മെഡിക്കൽ ഡോക്ടേഴ്സ് എന്നോട് പറഞ്ഞു തന്നതനുസരിച്ച് ഞാൻ അടുത്ത അളവിലേക്ക് മാറുക. റോൺവയത്തിന്റെ സൈറ്റിൽ അതില്ല. ഇവിടെയുള്ള ഡോക്ടേഴ്സ് എനിക്ക് പറഞ്ഞു തന്ന, നമ്മുടെ ചർച്ചിനകത്തുള്ള ഡോക്ടേഴ്സ് എനിക്ക് പറഞ്ഞു തന്ന ഇൻഫർമേഷൻ അനുസരിച്ച് ഞാൻ അടുത്ത പടിയിലേക്ക് മാറാൻ പോകുകയാണ്. ഒരു മനുഷ്യന്റെ രക്തത്തിൽ അമ്മയിൽ നിന്ന് ലഭിച്ച 23 ക്രോമസോമും അപ്പനിൽ നിന്ന് ലഭിച്ച 23 ക്രോമസോമും തമ്മിൽ ഒരുമിച്ച് ചേർന്ന 23 ക്രോമസോം പെയറുകൾ, അല്ലെങ്കിൽ ഒന്നിച്ചു ചേർന്ന 23 പെയറുകൾ ക്രോമസോം ഉണ്ടായിരിക്കും. എന്നാൽ ഈ രക്തത്തിൽ അമ്മയിൽ നിന്ന് ലഭിച്ച 23 ക്രോമസോം അല്ലാതെ അപ്പനിൽ നിന്ന് ലഭിച്ച ക്രോമസോമുമായി ചേർന്ന ഒരൊറ്റ പെയർ പോലും ഇല്ല. വെറും അമ്മയിൽ നിന്ന് ലഭിച്ച ക്രോമസോം. അവന്റെ ജനനം സ്ത്രീ പുരുഷ ബന്ധത്തിൽ നിന്ന്, വിവാഹത്തിൽ നിന്നല്ല, കന്യകയിലൂടെ ഉരുവായ നിത്യനായ ദൈവത്തിന്റെ പുത്രനായിരുന്നു താന്. പാപമില്ലാത്ത, ഇന്നും സംസാരിക്കുന്ന ഈ രക്തമാണ് ഈ നിയമപ്പെട്ടകത്തിന്റെ മേൽ വീണത്. കുഞ്ഞാടിന്റെ രക്തം, ആട്ടുകൊറ്റന്മാരുടെ രക്തം നിയമപ്പെട്ടകത്തിന്റെ മേൽ വീഴുമ്പോൾ 1 വർഷത്തേക്ക് ആവശ്യമുള്ള പാപശാന്തി ലഭിച്ചുവെന്ന് പറഞ്ഞ് പിരിഞ്ഞുപോയിരുന്ന ഇസ്രായേലിന്റെ കാഴ്ചയ്ക്കും ചിന്തയ്ക്കും അപ്പുറത്ത് മശിഹയുടെ രക്തം ഇതിന്റെ മേൽ വീഴുകയും ഈ രക്തം എനിക്കും നിങ്ങൾക്കും വേണ്ടി ഇന്നും സംസാരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പാപക്ഷമയ്ക്ക് വേണ്ടി. ഇനി ഞാൻ ഒരു ഭാഗത്തേക്ക് വരാം. ഈ കഴിഞ്ഞ ആഴ്ചയിൽ എന്റെ ഹൃദയത്തെ ഒന്നുകൂടെ തൊട്ട ഒരു തിരുവചന ഭാഗമായിരുന്നത്, പഴയ നിയമത്തിന്റെ മഹാപുരോഹിതന്മാർ ആണ്ടിൽ ഒരിക്കൽ ചെല്ലുമ്പോൾ ഈ നിയമപ്പെട്ടകത്തിന്റെ കിഴക്ക് വശത്ത് മാത്രമേ അവർ രക്തം തളിക്കുള്ളായിരുന്നു. ഒന്നുകൂടെ കേട്ടു. പഴയ നിയമത്തിന്റെ മഹാപുരോഹിതന്മാർ ആണ്ടിൽ ഒരിക്കൽ ആട്ടുകൊറ്റന്മാരുടെ രക്തവുമായി സമാഗമന കൂടാരത്തിന്റെ അതിപരിശുദ്ധ സ്ഥലത്ത് ചെന്നാൽ ഈ പെട്ടകത്തിന്റെ കൃപാസനത്തിന്റെ കിഴക്ക് വശത്തായിരുന്നു അവർ രക്തം തളിക്കുന്നത്. പടിഞ്ഞാറ് വശം ആട്ടുകൊറ്റന്റെ രക്തം വീഴാതെ സ്വർഗത്തിലെ ദൈവം പ്രിസർവ് ചെയ്യുകയും തന്റെ പുത്രന്റെ രക്തം ആ പടിഞ്ഞാറ് ഭാഗത്ത് ഒഴിക്കുവാൻ ദൈവത്തിന് തിരിഹിതമാകുകയും ചെയ്തു. കഴിഞ്ഞ സർവീസുകളെക്കാൾ, കഴിഞ്ഞ കാലങ്ങളെക്കാൾ ശ്രേഷ്ഠമേറിയ ഒന്നിലേക്ക് നമ്മെ നടത്തുവാൻ തീരുമാനിച്ചവനായ ദൈവം. ഇത്രയും കാര്യങ്ങളാണ് തുടർന്ന് പ്രൊജക്ട് ചെയ്യാൻ പോകുന്നത്. മക്ബായരുടെ പുസ്തകവും റോൺവയത്തിന്റെ അനുഭവ സാക്ഷ്യവും കൂടെ ഈ കൂട്ടത്തിൽ ചേർക്കും. ഒറ്റ കാര്യം കൂടെ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഒരു ദൂതൻ ഈ നിയമപ്പെട്ടകത്തിന്റെ മുകളിൽ നിന്ന് കൃപാസനം ഒന്ന് പൊക്കിക്കാണിച്ചു. നിയമപ്പെട്ടകത്തിന്റെ മുകളിൽ അടച്ചു വെച്ചിരിക്കുന്ന അടപ്പാണ് കൃപാസനം, അതൊന്ന് പൊക്കിക്കാണിച്ചു. എന്നിട്ട് പൊക്കിയച്ച് അദ്ദേഹം പറഞ്ഞു, ഇതിന്റെ അകത്തോട്ട് നോക്ക്, മോശയ്ക്ക് കൊടുത്ത കൽപ്പലക കണ്ടോളാൻ പറഞ്ഞു. മോശയ്ക്ക് കൊടുത്ത കൽപ്പലകകൾ കണ്ടു, എടുക്കാൻ പറഞ്ഞു. റോൺവയത്ത് പറയുന്നത്, ഞാൻ എന്റെ കൈ കൊണ്ട് ആ കൽപ്പലക വെളിയിലെടുത്തു. 1984 ഒരുപാട് ന്യൂസ് മീഡിയകളിൽ ഒരു പരസ്യമുണ്ടായിരുന്നു. മോശയ്ക്ക് കൊടുത്തിരുന്ന 10 കൽപ്പനകൾ ഉൾക്കൊള്ളുന്ന കൽപ്പലകകൾ കണ്ടുകിട്ടി. ആ കൽപ്പലകകളിൽ എഴുതിയിരിക്കുന്ന എഴുത്ത് കൊത്തുപണി ചെയ്യുന്ന കല്ലാശാരിമാർ ഉളി കൊണ്ട് കൊത്തിയാൽ കിട്ടുന്ന വടിവല്ല, അതിനേക്കാൾ വളരെ കൂടെ വടിവുള്ള അക്ഷരങ്ങളാണ് അതിൽ കൊത്തിയിരിക്കുന്നത്. 1984 വരെയുള്ള ലോകശാസ്ത്രത്തിന്റെ കണ്ടുപിടുത്ത പ്രകാരം ഏറ്റവും ഷാർപ്പായി കരിങ്കല്ലിൽ അക്ഷരം കൊത്താവുന്നത് ലേസർ ബീമുകൾ കൊണ്ടാണ്. പക്ഷെ ലേസർ ബീമുകൾ കൊണ്ട് കൊത്തിയാൽ കിട്ടാത്ത അക്യുറസി, ആ എഡ്ജിന്റെ ഷാർപ്പ്നെസ് ഇതിനുള്ളതിനാൽ ലേസർ ബീമിനേക്കാൾ വളരെ കൂടെ ഡെവലപ്പ് ചെയ്ത വേറെ ഏതോ ബീം ഉപയോഗിച്ചാണ് ഈ ഇൻസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ഇത് എഴുതിയിരിക്കുന്നത് എന്ന് പറഞ്ഞു. മറക്കരുതേ, ദൈവത്തിനുള്ള ഏത് കാര്യം ചെയ്താലും വടിവായി ചെയ്യാൻ മറക്കരുത്. തമ്പുരാൻ തന്റെ തൃക്കരങ്ങൾ നീട്ടുമ്പോൾ തന്റെ വിരൽത്തുമ്പിലൂടെ വ്യാപരിച്ച ദൈവിക രശ്മികളാണ് ആ ഷാർപ്പ് എഡ്ജസ് കട്ട് ചെയ്യത്തക്കവണ്ണം സഹായിച്ചത്. ആട്ടെ, ഇക്കാര്യം 1984 പുറത്തു വന്നതാണ്. ഞാൻ ഇപ്രാവശ്യം അമേരിക്കയിൽ ചെന്നപ്പോൾ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നിരുന്ന ബ്രദർ കുഞ്ഞുവനെ കണ്ടു. ഇക്കാര്യങ്ങളൊക്കെ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ബ്രദറെ, ഞാൻ വേറൊരു കാര്യം ഓർക്കുന്നുണ്ട്. 1983 അവസാനം 1984 ആരംഭത്തിങ്കിൽ ഒരു ന്യൂസ് പേപ്പർ കട്ടിംഗ് ഉണ്ടായിരുന്നു. അത് അദ്ദേഹം സൂക്ഷിച്ചു വെച്ചിരുന്നു. ഇസ്രയേലിൽ ടെമ്പിൾ മൗണ്ടിനോട് ചേർന്ന് കുഴിച്ച്
പുതുതായി കുഴിക്കപ്പെട്ട ഒരു എക്സ്കവേഷൻ സൈറ്റ് ഇസ്രായേൽ ഗവൺമെന്റ് ബാൻ ചെയ്യുകയും അത് ക്ലോസ് ചെയ്യുകയും ചെയ്തതായി അന്ന് തന്നെ എഴുതിയിട്ടുണ്ട്. ഈ സ്ഥലങ്ങൾ മുഴുവനും ഇന്ന് ഗവൺമെന്റിന്റെ കൺട്രോളിലാണ്. ഒരു മനുഷ്യനെ പോലും അവരത് കാണിക്കുന്നില്ല, അവരതിന് അനുവാദം തരുന്നില്ല. എന്നാൽ തന്റെ ജനത്തെ സമയത്തിന് ഇത് അറിയിക്കുന്നത് ദൈവത്തിന് തിരിഹിതമാകയാൽ കർത്താവ് ഇത് ചെയ്തു. അതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇനി നമുക്ക് അതിലൂടെ പോകാം. നിങ്ങളുടെ മുമ്പിൽ കാണുന്നതാണ് നിയമപ്പെട്ടകവും അതിന്റെ മുകളിലിരിക്കുന്ന കൃപാസനവും. അതിനകത്ത് വെളുത്ത ഭാഗം കാണുന്നത് ആ ദൈവിക സാന്നിധ്യം ഇറങ്ങി വസിച്ചിരുന്നതായ ആ ദൈവിക സാന്നിധ്യത്തിന്റെ ഇടമാണ് ആ വെളുത്ത പോയിന്റ് കാണുന്നത്. ഇടവും വലവും നിൽക്കുന്നത് 2 കെരൂബുകളാണ്. നമുക്കവരെ പിന്നെ ഒറ്റയ്ക്ക് കാണാൻ ഉണ്ടെന്ന് തോന്നുന്നു. 2 കെരൂബുകളെയാണ് അവിടെ കാണുന്നത്. അതിന്റെ അടിയിലായി കണ്ടത് മോനെ ഒരു പ്രാവശ്യം തുടങ്ങി വന്നാട്ടെ. അതിന്റെ അടിയിലായി കാണുന്ന ഒരു ക്രോബാർ ഈ പെട്ടകം എടുത്തുകൊണ്ട് പോകേണ്ടതിനാണ്. ഞാൻ ആരെയും നിരൂപിക്കുകയല്ല, ആരെയും നിരൂപിക്കാൻ ഞാൻ ആരുമല്ല. പക്ഷെ ഒരു കാര്യം ഓർപ്പിക്കട്ടെ, ഈ കണ്ടുപിടിച്ചത് ഇസ്രയേലിൽ യഥാർത്ഥത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന നിയമപ്പെട്ടകം അല്ല എന്നും ഇസ്രയേലിൽ യഥാർത്ഥത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന നിയമപ്പെട്ടകം ഇവിടെ ഇല്ല എന്നും പകരം അത് എത്യോപ്യയിലുള്ള സെന്റ് മേരീസ് പള്ളിയുടെ പടിഞ്ഞാറ് ഭാഗത്തായി വെച്ചിട്ടുണ്ട് എന്നും പറഞ്ഞ് വേറെ വെബ്സൈറ്റുകളുണ്ട്. അവിടെയും വെച്ചിരിക്കുന്നതായ നിയമപ്പെട്ടകത്തിന്റെ രൂപം ഞാൻ കണ്ടു. പക്ഷേ ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു എന്ന് പറയുന്നത് പോലെ എന്റെ ലോജിക്കുമായി നിരക്കാത്ത ഒരു കാര്യമുണ്ട്. ഇവിടെ വേദപുസ്തകം അറിയാവുന്നവർക്ക് അത് മനസ്സിലാകും. ഈ ക്രോബാറുകൾ പിടിപ്പിച്ചിരിക്കുന്നത് ഏറ്റവും മുകളിലാണ്. ഒന്നുകൂടെ ശ്രദ്ധിച്ചോണം. മറ്റേ വെബ്സൈറ്റിൽ കിടപ്പുണ്ട്. ഇതല്ല ഒറിജിനൽ, മറ്റേതാണ് ഒറിജിനൽ എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേലിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ കിടപ്പുണ്ടൊരെണ്ണം. ഞാനത് കണ്ടതാണ്. അതിനകത്ത് ഈ എടുത്തുകൊണ്ട് പോകേണ്ട തണ്ടുകൾ അങ്ങനെ ആ മലയാള വേദപുസ്തകത്തിൽ പിടിപ്പിച്ചിരിക്കുന്നത് ചുവട്ടിലല്ല, അതതിന്റെ മുകളിലാണ്. ഇത് ചുവട്ടിലാണ് പിടിപ്പിച്ചിരിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നു. കാര്യം പെട്ടകം വഹിക്കുന്നത് പുരോഹിതന്മാരുടെ തോളുകളിലാണ്. 4 പുരോഹിതന്മാർ 2 പേർ മുൻപിലും 2 പേർ പിൻപിലും നിന്ന് ഈ ക്രോബാറുകൾ അവരുടെ തോളിന്മേൽ വെക്കുമ്പോൾ പെട്ടകത്തിന്റെ ആകം അവരുടെ കണ്ണുകൊണ്ട് കാണാതെ ഇരിക്കേണ്ടതിന് പെട്ടകം അവരുടെ തലയ്ക്ക് മുകളിൽ നിൽക്കണം, തിരുസാന്നിധ്യം അവരുടെ തലയ്ക്ക് മുകളിൽ നിൽക്കണം എന്നതാണ് വ്യവസ്ഥ. എങ്കിൽ ഇതാണ് ഒറിജിനൽ. മറ്റേത് എങ്ങനെയോ വരച്ചു പിടിപ്പിച്ച കൂട്ടത്തിൽ ഒരു കറക്കം തമ്പുരാൻ കൊടുത്തതുകൊണ്ട് സ്തോത്രം. തിരുവചനം അറിയാവുന്നവർക്ക് മനസ്സിലാവും. എനിക്ക് തോന്നുന്നത് ആ എക്സ്പ്ലനേഷൻ മതിയായിരിക്കും. തിരുവചനം അറിയാവുന്നവർക്ക് മനസ്സിലാകും. മറ്റേതിനകത്ത് ക്രോബാർ കൊടുത്തിരിക്കുന്നത് മുകളിലാണ്. തമ്പുരാൻ ഈ തന്ന ദൈവിക നന്മയ്ക്കായി സ്തോത്രം. കം ടു ദ നെക്സ്റ്റ്. ആ കാണുന്നതാണ് ഒരു സോളിഡ് ബെഡ് റോക്ക് കാണാം. അതിന്റെ ഇവിടെ ഒന്ന് നോക്കിയാൽ തന്റെ പാറയുടെ താഴെയായി വലത്തുവശത്ത് കാണുന്നതാണ് 18 അടിയോളം അല്ലെങ്കിൽ 13 അടിയോളം വ്യാസമുള്ളതായ ആ വലിയ കല്ലറയുടെ വാതുക്കൽ വെക്കുന്നത്. ആ കല്ല് കണ്ടതുകൊണ്ടാണ് ഇതാണ് സ്ഥലമെന്ന് റോൺ വൈദ്യത്തിന് മനസ്സിലാകുന്നത്. അവിടെ മുതൽ ഇടത്തോട്ട് കാണുന്ന ആ സോളിഡ് ബെഡ് റോക്ക്, ആ പാറയുടെ മുകളിലാണ് ക്രൂശീകരണം നടന്നത്. അതിന്റെ താഴെയായി പല കുഴികൾ കാണാം. അതിൽ 2 2 കള്ളന്മാരെ കുരിശിച്ചിരുന്നത്. അതിന് ഇടത്തുവശത്തായി തന്റെ താഴെ ഒരു കൊച്ചു ഹോള് മാത്രം കാണിച്ചിട്ടുണ്ട്. 4 ഇഞ്ച് × 4 ഇഞ്ച് വലിപ്പമുള്ള ആ ഹോള് ഒരു പ്ലാറ്റ്ഫോമിന്റെ മുകളിലാണ് പണിതിരിക്കുന്നത്. ആ പ്ലാറ്റ്ഫോമിൽ നിന്ന് അവിടെയാണ് യേശുവിന്റെ ക്രൂശ് ഇരുന്നത്. അതിന്റെ മുകളിലായി കിളന്നു നിൽക്കുന്ന ആ കല്ലിലാണ് അവൻ യഹൂദന്മാരുടെ രാജാവ് എന്ന കുറ്റസംഗതി എഴുതി സൂക്ഷിച്ചിരുന്നത്. ആ കല്ല് ഉറപ്പിച്ചിരിക്കുന്നത് പിൻപിൽ കിട്ടിയിരിക്കുന്ന ഭിത്തിയിലാണ്. മുമ്പേ ഞാൻ പറഞ്ഞ മുകളിലത്തെ വിവരങ്ങൾ വ്യക്തമായി താവോട്ട് വന്നാട്ടെ. ഇക്കാണുന്നത് ആ പാറയിലൂടെ ഉണ്ടായിരിക്കുന്ന ഒരു ക്രാക്കിനെയാണ്. ക്രൂശിക്കപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരച്ച ചിത്രം മാത്രമാണ് അത്. ക്രിസ്തുവിന്റെ ഫോട്ടോ എടുത്തതല്ല. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിന്റെ വരച്ച രൂപം മാത്രമാണത്. ആ ക്രിസ്തുവിന്റെ കുരിശ് ഇരുന്ന പ്ലാറ്റ്ഫോമിന്റെ മുകളിൽ നിന്ന് മത്തായിയുടെ സുവിശേഷം 27-ാമത്തെ അധ്യായത്തിൽ നിവൃത്തിയായി എന്ന് യേശു പ്രസ്താവിക്കുകയും ഒരു ഭൂകമ്പം ഉണ്ടാകുകയും ചെയ്തു എന്ന് തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നു. ആ ഭൂകമ്പത്തോടുകൂടെ പാറകൾ പിളർന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. ദയവായി ആ പിളർന്ന കാഴ്ച ഒന്ന് കാണുവാൻ ഞാൻ കർത്താവിൽ നിങ്ങളോട് അപേക്ഷിക്കുന്നു. അതിന്റെ താഴെ നിയമപ്പെട്ടകം വെച്ചിരിക്കുന്ന ഗുഹ കാണാം. ഗുഹയ്ക്കകത്ത് നിയമപ്പെട്ടകം വെച്ചിരുന്നതിന്റെ രൂപരേഖ കാണാം. ആ പൊട്ടല് കണ്ടാൽ അതാണ് പാറ പിളർന്നു എന്ന് പറയുന്നത്. ഒന്ന് ശ്രദ്ധിച്ചോണം. സാധാരണഗതിയിൽ ഒരു ഭൂകമ്പത്തിൽ പാറകൾ പൊട്ടിയാൽ പാറകൾ കയറിയും ഇറങ്ങിയും സിഗ്സാഗ് മാനറിലെ പൊട്ടത്തുള്ളൂ. സിഗ്സാഗ് മാനറിൽ കയറിയും ഇറങ്ങിയും സിഗ്സാഗ് എന്ന് പറഞ്ഞാൽ ഇസഡ് എഴുതിയിരിക്കുന്നത് പോലെ കയറി ഇറങ്ങി മാത്രമേ പാറ പൊട്ടത്തുള്ളൂ. ഇങ്ങനെ കീറി വരത്തില്ല. പാറ
കയറിയും ഇറങ്ങിയും പൊട്ടുകയായിരുന്നെങ്കിൽ മുകളിൽ വീഴുന്ന രക്തം താഴെ വരെ വരികയില്ല, വഴിമധ്യേ അത് ക്ലോട്ട് ചെയ്തു പോയേനെ. അത് വരാതെ ഇരിക്കുവാൻ ഈ ഭൂകമ്പത്തോട് ചേർന്ന് പിതാവായ ദൈവം പാറ പൊട്ടിക്കുകയായിരുന്നില്ല, പാറ പിളർക്കുകയായിരുന്നു. ആ പിളർപ്പിലൂടെയാണ് രക്തം താഴേക്ക് ഒഴുകുന്നത്. ഒരു പ്ലാറ്റ്ഫോം അവിടെ ഇല്ലായിരുന്നെങ്കിൽ ആ പ്ലാറ്റ്ഫോമിന്റെ താഴെ കുരിശിക്കപ്പെട്ട കള്ളന്മാരുടെ രക്തവും വന്നുവെന്ന് കരുതാം. ദൈവത്തിന്റെ മഹാകരുണയാൽ ഒരു പ്ലാറ്റ്ഫോമിന്റെ മുകളിൽ യേശുവിനെ കുരിശിക്കുകയും ആ പൊട്ടൽ പ്ലാറ്റ്ഫോമിന്റെ മുകളിലുള്ള ക്രിസ്തുവിന്റെ ക്രൂശിലാണ് ആരംഭിക്കുന്നത്. ആകയാൽ വിലാപ്പുറത്തേക്ക് റോമൻ പടയാളികൾ യേശുവിന്റെ വിലാപ്പുറത്തേക്ക് കുത്തുമ്പോൾ തന്റെ ചങ്കിൽ നിന്ന് ഒഴുകിയ രക്തവും വെള്ളവും കലർന്ന മിശ്രിതം താഴേക്ക് ഒഴുകുകയും ആ നിയമപ്പെട്ടകത്തിന്റെ മേൽ വീഴുകയുമാണ് ചെയ്തത്. Go to the next please. ആ റോൺ വയത്ത് ഗുഹയുടെ അകത്ത് തന്റെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ കൊണ്ടുവച്ചതിലെ എനിക്കതിനകത്തുനിന്ന് ഒരു ഓസിലോസ്കോപ്പ് മാത്രമേ കണ്ടാൽ മനസ്സിലാവൂ. കാര്യം ഞാൻ മെഡിക്കൽ ലൈനിലെ ആളല്ല, അതറിയാവുന്നവർക്ക് ഇതറിയാതിരിക്കാം. ആ ഉപകരണങ്ങൾ കൊണ്ടാണ് ഇത് മനുഷ്യരക്തമാണ് എന്ന് അദ്ദേഹം ഗുഹയ്ക്ക് അകത്ത് വെച്ച് കണ്ടുപിടിച്ചത്. അടുത്ത പിക്ചർ, അതിന്റെ പ്ലേറ്റ്ലെറ്റിന്റെ സാമ്പിളാണ് അവിടെ തന്നിരിക്കുന്നത്. തന്റെ ക്രോമസോമും പ്ലേറ്റ്ലെറ്റിന്റെ സാമ്പിളാണ് തന്നിരിക്കുന്നത്. നൗമനെ കം അപ്പ്. ഈ ലിസ്റ്റ് റോൺ വയത്ത് പ്രസിദ്ധീകരിച്ചതല്ല. റോൺ വയത്ത് ഇന്ന് ഈ ഭൂമിയിലില്ല, അദ്ദേഹം മരിച്ചുപോയി. താൻ മരിക്കുന്നത് വരെയും ഈ ലിസ്റ്റ് താൻ പ്രസിദ്ധീകരിച്ചിരുന്നില്ല. താൻ എഴുതിയിരിക്കുന്നത് ഈ നിയമപ്പെട്ടകത്തോടൊപ്പം മറ്റു വസ്തുക്കളും കണ്ടിട്ടുണ്ടെങ്കിലും അതെന്തൊക്കെയാണെന്ന് ഇന്ന് ലോകത്തെ അറിയിക്കുവാൻ സമയമായില്ല എന്ന് പരിശുദ്ധാത്മാവ് എനിക്ക് ബോധ്യം തരുന്നതിനാൽ ഞാൻ ഈ നിയമപ്പെട്ടകത്തെക്കുറിച്ച് മാത്രം പറയട്ടെ, ബാക്കിയുള്ളതിനെക്കുറിച്ച് ഞാൻ അറിയിക്കുന്നില്ലെന്നാണ്. അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകനായി തന്നോട് കൂടെ ഇരുന്നവരിൽ ആരോ, പ്രോബബ്ലി തിരുവനന്തപുരം സ്വദേശി ഒരു മലയാളിയായ വേറൊരു വർഗീസ് ഉണ്ടായിരുന്നു. ഏത് വർഗീസാണെന്ന് ഞാൻ കണ്ടിട്ടില്ല, ഉണ്ടായിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. അദ്ദേഹമാണ് ഈ മെറ്റീരിയൽ ലിസ്റ്റ് തന്നിരിക്കുന്നതെന്ന് കരുതുന്നു. ഇതിനകത്ത് കാഴ്ചയപ്പത്തിന്റെ മേശയും ധൂപപീഠവും തൈലത്തിന്റെ മേശയും ഉണ്ട് എന്ന് ആ ലിസ്റ്റിനകത്ത് കാണാം. ഞാൻ അതിൽ കൂടുതൽ ലിസ്റ്റ് വിശദീകരിക്കുന്നില്ല. ദേവാലയത്തിന്റെ അകത്തിരുന്ന പ്രധാന സംഭവങ്ങളെല്ലാം ഉണ്ട്. ദ ടാബർനാക്കിൾ വാസ് മൂഡ് എന്നാണ്, ദ ടാബർനാക്കിൾ വാസ് മൂഡ് എന്നാണ് അതിനെക്കുറിച്ച് മഗ്ബായ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. ദേവാലയത്തിനകത്തുണ്ടായിരുന്ന ടാബർനാക്കിളിന്റെ അകത്തുണ്ടായിരുന്ന ഒരുപാട് ഘടകങ്ങൾ ഇതിനകത്ത് കാണാം. അതിനകത്തെ കർട്ടനുകൾ തൂക്കാൻ ഉപയോഗിച്ച കൊളുത്തുകൾ വരെ പലതും ഇതിനകത്തുണ്ട്, അത് കാണാം. മഗ്ബായരുടെ പുസ്തകത്തിൽ ടാബർനാക്കിൾ മൂവ് ചെയ്തു എന്നാണ് എഴുതിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, അത് ഇൻസ്പയർഡ് അല്ല. പരിശുദ്ധാത്മാവാണ് എഴുതിച്ചിരുന്നതെങ്കിൽ അവിടുന്ന് എന്തൊക്കെ വസ്തുക്കൾ കൊണ്ടുപോയി എന്ന് എഴുതിയേനെ. തന്റെ കൂടാരം കൂടെ അങ്ങോട്ടങ്ങ് കൊണ്ടുപോയി എന്നാണ് മഗ്ബായരുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. അതാണ് അക്യുറസി കുറഞ്ഞു പോകുന്നത്. ഇതുകൊണ്ടാണ് അത് തിരുവചന ഭാഗമായി അംഗീകരിക്കാത്തത്. അവിടെ നിന്ന് എന്തൊക്കെ കണ്ടെടുത്തു എഫോദ് സഹിതം പലതും അവിടെ കിട്ടി. മോനെ പ്ലീസ് കം ടു ദ നെക്സ്റ്റ്. ഒരു കെരൂബിന്റെ മുഖരൂപമാണ് അവിടെ കാണുന്നത്. അതിന്റെ മുൻപിൽ നിന്ന് എടുത്തിരിക്കുന്ന ഒരു പിക്ചറാണ്. ആ കെരൂബിന്റെ നേരെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന തങ്കം കൊണ്ടുള്ള കെരൂബിന്റെ മുമ്പിൽ നിന്ന് എടുത്തിരിക്കുന്ന പിക്ചറാണത്. നൗ കൈൻഡ്ലി ഗോ ടു ദ വീഡിയോ. റോൺ വയത്തിന്റെ ഒരു അനുഭവ സാക്ഷ്യം മാത്രം കേൾക്കാം. ബുക്ക് ഓഫ് മാക്കബി. മാക്ബേയറുടെ പുസ്തകം ഞാൻ പറഞ്ഞ കാണുന്ന പടം കാതലിക്സിന്റെ ഔദ്യോഗിക ബൈബിളിൽ നിന്ന് എടുത്തതാണെന്ന് കാണിക്കേണ്ടതിന് ഇവിടെ കൊണ്ടിട്ടിരിക്കുക. പുസ്തകത്തിന്റെ അകത്തതില്ല. ഞാൻ ഇന്നലെ രാത്രിയിൽ കാതലിക്സിന്റെ ഒഫീഷ്യൽ ബൈബിളിനകത്ത് കയറി നോക്കുമ്പോൾ ഈ പടം കണ്ടു. അപ്പോഴാണ് മനസ്സിലായത് എന്തുകൊണ്ട് ഇതിനകത്ത് കൊണ്ട് ഇട്ടു എന്ന്. ഇതിനകത്ത് മാനിപ്പുലേഷൻ ഇല്ല, ഇറ്റ്സ് ഫ്രം ദ ഒറിജിനൽ എന്ന് കാണിക്കാൻ. We acknowledge that the book of Maccabees in the Apocrypha is not an inspired book, but it may have some historical information which we can glean. Here it states, Jeremiah found a cave dwelling. He carried the tent, the ark, and the incense altar into it. Then he blocked up the entrance. The place shall remain unknown, he said, until God finally gathers his people together and shows mercy to them. Then the Lord will bring these things to light again. Is dead blood. Everybody knows that, all right? They can test the blood of the pharaohs, the mummies of the pharaohs, all right? There's certain things they can do. They cannot get a chromosome count by any method I'm familiar with, all right? Things keep changing. I don't profess to know everything. However, there's no way I know that you can get a chromosome count out of dead blood. You can get a DNA and some other things, but not a chromosome count, all right? That's done by living white blood cells. Now then, first of all, in this analysis, I took the blood into a laboratory in Israel. I asked one of the people I work with in antiquities, where is a good laboratory that does reliable work? And they said, such and such, such and such. I took it.
I just said, please examine this blood and tell me what you can tell me about it. All right? They said, well, look, we're going to reconstitute it. We're going to put it in normal saline and keep it at body temperature for 72 hours with gentle swirling. All right? That's their business. That's great. I said, now I want to be there when you check it out. They said, fine. So I was back. They checked it out. I said, now, they said it's human blood. We can tell that. They did whatever tests they need to do. And then I said, take some of the white blood cells and put them in a growth medium and keep them at body temperature for 48 hours. And they said, well, that'll do no good because it's dead blood. I said, would you please do that for me? And they said, okay, we'll do it. So anyway, I said, I want to be there when you take it out and examine it. So I was back there. They took it out, examined it under microscope, and the one technician called the other one over there, and then they called the boss over there, and they were talking Hebrew a mile a minute there for a little bit, and they looked at me and they said, Mr. Wyatt, this human blood only has 24 chromosomes in it. Everybody else has 46. You see, 23 from your mother, 23 from your father, 22 autosomes from your mother, 22 autosomes from your father. You get an X from your mother, you may get an X or a Y from your father, all right? This blood had 23 chromosomes from the mother's side, one Y chromosome only. You see, the child could not have developed if they hadn't had the autosomes from the mother. So all of his physical characteristics were determined by his mother's side of the family, her autosomes. His maleness was determined by this one Y that came from the source, not a human male. Then they said, this blood is alive. And then they said, whose blood is this? I said, it's the blood of your Messiah. And I assure you, those men's lives have changed. ഇന്നതിനകത്ത് ഇത് കണ്ടതിൽ ഈ ഒരു ഇൻഫർമേഷൻ നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് പതിയുവാൻ, യേശുവിന്റെ രക്തം ഇന്നും ജീവനുള്ള രക്തം, ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന രക്തം, സകല പ്രകൃതി നിയമങ്ങൾക്കും അപ്പുറത്ത് ഇന്നും നിലനിൽക്കുന്ന രക്തം. 2, ദൈവം സമയം തെറ്റിക്കാതെ കാര്യങ്ങൾ ചെയ്യും. ക്രിസ്തുവിന്റെ ജനനത്തിന് 600 വർഷങ്ങൾക്ക് മുന്നമേ പെട്ടകം അടിയിൽ കൊണ്ടുവച്ചു. 5 ഗവൺമെന്റുകളെ ഇതിനു വേണ്ടി, 5 രാഷ്ട്രങ്ങളെ ദൈവം മാറ്റിമറിച്ചു. സകലതും തികച്ചു. ഒടുവിൽ കുരിശീകരിച്ച് കൊല്ലുവാൻ പീലാത്തോസ് വിധിച്ചു. 2 കള്ളന്മാരെ കൂടെ കൊണ്ടുവന്നു. ചെയ്യേണ്ടത് മുഴുവനും ക്രൂശിൽ നിവർത്തിച്ച ശേഷം എല്ലാം നിവർത്തി എന്നറിഞ്ഞുകൊണ്ട് യേശു ഒരു വിളി വിളിച്ചു. നിവൃത്തിയായി, കുത്തട നേരമായി. ഒരൊറ്റ ഭൂകമ്പം പാറ വളർന്നു. റോമൻ പടയാളികൾ ഒരു കുത്തുകുത്തി, രക്തവും വെള്ളവും കലർന്ന മിശ്രിതം താഴെ വരെ ഒഴുകി ഇതിന്റെ മേൽ നിറഞ്ഞു. ഇത് ദൈവത്തിന്റെ സമയമാകുന്നതുവരെ ദൈവം ഒളിപ്പിച്ചു വെച്ചു. യെരമ്യാവിന്റെ എന്ന് വിശ്വസിക്കപ്പെടുന്ന വാചകങ്ങൾക്കൊത്തവണ്ണം ദൈവം തന്റെ ജനമായി ഇസ്രായേലിനെ ആദരിച്ച് തിരിച്ചു കൊണ്ടുവരുന്നത് വരെ 1948 അവർ മടങ്ങി വരുന്നത്. അന്നെല്ലാം ഇത് ഒളിച്ചിരിക്കുകയാണ്. ദൈവം വീണ്ടും അവരോട് കരുണ കാണിക്കുന്നത് വരെ ഈ സ്ഥലം ആരും അറിയാതെ വണ്ണം മറച്ചു വെച്ചു. എന്നാൽ ദൈവത്തിന്റെ സമയമായി 1983 ആയപ്പോൾ ദൈവം ഇത് പുറത്തു കൊണ്ടുവന്നു. 84 ഞാനിത് കണ്ടതാ, പക്ഷെ ഇത് പറയാൻ എനിക്ക് തോന്നിയില്ല. ഇന്ന് എനിക്കൊരു വിവരം കൂടെ കിട്ടി. 1983 ഇത് കണ്ടുപിടിച്ച് പുറത്തു വന്നതിനെ തുടർന്ന് ഇസ്രായേൽ ഗവൺമെന്റ് ഇത് വ്യാജമാണെന്നും ഇത് പുറത്തുവിടാൻ പാടില്ലെന്നും പറഞ്ഞും ഒരു കേസ് കൊടുത്തു. തുടർന്ന് ഇത് വെബ്സൈറ്റിൽ വരാനിടയായി. ഒരു സൈബർ കേസ് ഉണ്ടായി. നിങ്ങൾക്കറിയാമോ, 2008 അവസാനമാണ് ആ സൈബർ കേസിൽ ഇത് സത്യമാണെന്നും
ഇത് പുറത്തു വരുവാൻ തെറ്റില്ല എന്നും സൈബർ കോടതി വിധിക്കുന്നത്. 2009 പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, സഭയെ അറിയിക്ക് 2010 ഉണർവിന്റെ സമയമായി. ദൈവത്തിന്റെ മേഴ്സിയുടെ സമയത്ത് സമയം തെറ്റാതെ ചെയ്യുന്ന ദൈവം ഇത് ചെയ്തു തരുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. ഈ രക്തത്തിന്റെ കാവലിലാണ് ഞാനും നിങ്ങളും. എന്നോട് നിർത്താൻ ആഗ്രഹിക്കുക, ഒരു വാക്കൊന്ന് പ്രാർത്ഥിച്ചേ.